ഒരു നിശ്ചിത തുക എയ്ക്കും ബിക്കുമായി 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുക? അതായത് എക്കും ബിക്കും വീതിക്കുവാണ്. ഏത് റേഷ്യോയിൽ? 3:27 എന്ന റേഷ്യോയിൽ വീതിക്കുവാണ്. അപ്പോൾ ആകെ തുകയുടെ എത്ര ഭാഗമാണ് എക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ, ഇവിടെ ആകെ എന്ന് പറഞ്ഞാൽ 30 അല്ലേ? 30-ൽ 3 ഭാഗം എക്ക് കിട്ടും. അതായത് വെട്ടിക്കളയുമ്പം 1/10, 10-1 ഭാഗം എന്ന് കിട്ടും. ആൻസർ മക്കളെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ചെയ്തത് മനസ്സിലായോ? ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതായത് ആകെ ഉള്ളതിൻ്റെ എത്ര ഭാഗമാണ് എക്ക് കിട്ടിയതെന്ന് ചോദിച്ചാൽ ആകെ 3:27 എന്ന റേഷ്യോ അല്ലേ? അപ്പോൾ ആകെ 3ഉം 27ഉം 30-ൽ 3 ഭാഗമാണ് എക്ക് കിട്ടുന്നത്. 30-ൽ 3 ഭാഗം 1/10, 10-1 ഭാഗം എന്ന് പറയാം. അടുത്ത ചോദ്യം. ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക? ഓക്കെ മക്കളെ, അപ്പം മുമ്പത്തെ കൂട്ട് സെയിം ക്വസ്റ്റ്യൻ അല്ലേ? ആകെ എന്ന് പറഞ്ഞാൽ ഇവിടെ 16 അല്ലേ? 16-ൽ എത്ര ഭാഗമാണ് ബിക്ക്? 16-ൽ 12 ഭാഗം കിട്ടും ബിക്ക്. ശരിയാണോ? 16-ൽ 12 ഭാഗം. ആകെ 4ഉം 12ഉം 16 ഉണ്ട്. അതിൽ 12 ഭാഗം ബിക്ക് കിട്ടും. ഒന്ന് വെട്ടിക്കളയുമ്പോഴോ മക്കളെ, 4 വെച്ച് വെട്ടിക്കളയുമ്പം 3/4 എന്ന് കിട്ടും. അപ്പോൾ ആകെയുള്ളതിൻ്റെ മുക്കാൽ ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? ബിക്ക് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം. ഒരു വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക? അല്ലേ? എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ കിട്ടുക? 8:2 എന്ന അനുപാതത്തിൽ വീതിക്കാന്നല്ലേ? നമുക്കിതിനെ ഒന്ന് വെട്ടിച്ചെറുതാക്കാമല്ലോ. 2 വെച്ച് വെട്ടിക്കളയുമ്പോൾ 4:1 അല്ലേ? 4:1 എന്ന അനുപാതത്തിലാവും അല്ലേ? എക്ക് ബിയേക്കാൾ എത്ര ഭാഗം കൂടുതൽ കിട്ടും എന്ന് ചോദിച്ചാൽ മക്കളെ നോക്കിക്കേ, നമുക്കറിയാം ഈ റേഷ്യോകളുടെ വ്യത്യാസം 3 അല്ലേ? ഇനി ഇവിടെ ആകെ 5 അല്ലേ? അപ്പോൾ 5-ൽ 3 ഭാഗം കൂടുതൽ കിട്ടും. ആൻസർ ഓപ്ഷൻ സി അല്ലേ? മനസ്സിലായോ? 8:2 എന്നതിനെ ഞാൻ വെട്ടിച്ചെറുതാക്കി 4:1 എന്നാക്കി. അതൊക്കെ ആണല്ലോ? ആണ്. ഇനി എക്ക് കിട്ടുന്നത് 5-ൽ 4 ഭാഗവും ബിക്ക് കിട്ടുന്നത് 5-ൽ 1 ഭാഗവുമാണ്. എക്ക് എത്ര കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചാൽ 5-ൽ 4-ൻ്റെയും 5-ൽ 1-ൻ്റെയും ഡിഫറൻസ് എടുത്താൽ പോരെ? അത് 5-ൽ 3 അല്ലേ? ഓക്കെ ആണല്ലോ? എക്ക് കിട്ടുന്നത് 5ആയിട്ട് വീഴ്ചയിൽ 4 ഭാഗം, ബിക്ക് കിട്ടുന്നത് 5ആയിട്ട് വീഴ്ചയിൽ 1 ഭാഗം. എക്ക് എത്ര ഭാഗം കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ 5-ൽ 4-ൽ നിന്ന് 5-ൽ 1 കുറച്ചാൽ മതി. സോ ആൻസർ 5-ൽ 3 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2 ആണ് ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ. ആൺകുട്ടികളുടെ എണ്ണം 24 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ആൺകുട്ടികളുടെ എണ്ണം 24 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം അല്ലേ? ബോയ്സ് 3 എന്ന റേഷ്യോയിലാണ്, ഗേൾസ് 2 എന്ന റേഷ്യോയിലാണ്. ബോയ്സിൻ്റെ എണ്ണം നമുക്ക് 3x എന്നും ഗേൾസിൻ്റെ എണ്ണം നമുക്ക് 2x എന്നും എടുക്കാം. ഇനി ബോയ്സ് 24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3x എന്ന് പറയുന്നതാണ് മക്കളെ 24. അപ്പോൾ 3x 24 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാമല്ലോ. 24/3 എത്രയാ? x 8 എന്ന് കിട്ടും. ശരിയാണോ? എക്സ് 8 ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണമല്ലേ ചോദിച്ചേക്കുന്നത്? പെൺകുട്ടികളുടെ എണ്ണം 2x എന്നല്ലേ എടുക്കുന്നത്? അപ്പോൾ x 8 ആണെങ്കിൽ 2x എന്ന് പറഞ്ഞാൽ 16 എന്ന് കിട്ടും. സോ ആൻസർ 16. x 8 ആണെങ്കിൽ 2x എന്ന് പറഞ്ഞാൽ 16 എന്ന് കിട്ടും. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 16 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഒന്നുകൂടെ പറയാം, ബോയ്സ് ഗേൾസ് 3:2 എന്ന റേഷ്യോയിലാണ്. ബോയ്സിൻ്റെ എണ്ണം 3x ആയിട്ടും ഗേൾസിൻ്റെ എണ്ണം 2x ആയിട്ടും എടുക്കാം. ബോയ്സ് 24 പേരുണ്ടെന്ന് പറഞ്ഞാൽ 3x 24-ന് തുല്യമാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 24/3 8 എന്ന് കിട്ടും. x 8 ആണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം 2x അല്ലേ? 2 × 8 16 ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു നിശ്ചിത വസ്തു പി ക്യൂവിനുമായി
21:81 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും പിക്ക് ലഭിക്കുക? മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ എണ്ണം കണ്ടു അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ലൈവായിട്ട് നടക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം. കണ്ടോ, ഇതൊക്കെ അടുത്തടുത്തടുത്ത് നടന്ന എക്സാമുകളാണ്. ഈ അടുത്തടുത്ത് നടന്ന എക്സാമുകൾക്ക് ഒരേ പാറ്റേൺ ചോദ്യങ്ങൾ ചോദിച്ചത് കണ്ടോ. അപ്പോൾ എപ്പോഴും റീസെൻ്റായിട്ട് നടക്കുന്ന എക്സാമുകളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി മുന്നോട്ട് പോകണം. എന്നാലേ നമുക്ക് ഒരേ പാറ്റേൺ ചോദ്യങ്ങൾ എക്സാമിന് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 21:81. സോ പിക്കും ക്യൂവിനും 21:81 അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമാണ് പിക്ക് കിട്ടുന്നത്? ആകെ എത്രയുണ്ട് മക്കളെ? ഇത് കൂട്ടണം. 102 അല്ലേ. 102-ൽ 21 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? പിക്ക് കിട്ടുന്നത്. വെട്ടിച്ചെറുതാക്കാലോ. 3 വെച്ച് കളയുമ്പം ഇത് 7 തവണ, 3 വെച്ച് കളയുമ്പം ഇത് 34 തവണ. സോ ആൻസർ 7/34. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3:5 എന്ന അനുപാതത്തിലാകും. എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. ഓക്കെ, ഈ കണക്കിന് ഞാൻ 2-3 മെത്തേഡ്സ് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ പോവാം. ദേ കൂടെ നിന്നോണം, ശ്രദ്ധിച്ച് കേട്ടോണം. എല്ലാ മെത്തേഡ്സും അറിഞ്ഞിരുന്നാൽ അത്രത്തോളം നല്ലതാണ്. ആദ്യത്തെ മെത്തേഡ് 1. ആദ്യത്തേത് മെത്തേഡ് 1 ശ്രദ്ധിച്ച് കേട്ടോണേ. നോർമൽ പക്ക മെത്തേഡ്. ഓക്കെ, 2 സംഖ്യകൾ, ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ. ഈ സംഖ്യകൾ 2:3 എന്ന റേഷ്യോയിലാണ്. 2:3 എന്ന റേഷ്യോയിലാണ് ആണല്ലോ. അപ്പം ഞാൻ ഒന്നാമത്തെ സംഖ്യ 2x എന്നും രണ്ടാമത്തെ സംഖ്യ 3x എന്നും എടുത്തു. സംഖ്യകൾ 2:3 എന്ന റേഷ്യോയിലാണെങ്കിൽ ഒരു സംഖ്യ 2x, അടുത്ത സംഖ്യ 3x. ഓക്കെ, ഓരോന്നിൽ നിന്നും 5 കുറച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? 2x എന്ന സംഖ്യ 2x - 5 ആയിട്ട് മാറും. 3x എന്ന സംഖ്യ 3x - 5 ആയിട്ട് മാറും. അപ്പോൾ അത് 3:5 എന്ന അനുപാതത്തിലായി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 സംഖ്യകൾ ഇപ്പോൾ 3:5 എന്ന അനുപാതത്തിലാണ്. കണ്ടോ? അപ്പോൾ അതിൽ നിന്ന് ഇത്രയും ഭാഗം മാത്രം ഇങ്ങോട്ട് എടുത്തേ. ഇത്രയും ഭാഗം മാത്രം എടുത്താൽ എന്ത് മനസ്സിലാകും? 2x - 5ഉം 3x - 5ഉം 3:5 എന്ന റേഷ്യോയിലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എടുത്ത് എഴുതാൻ മേലെ മക്കളെ. 2x - 5 ഡിവൈഡഡ് ബൈ 3x - 5 ഈസ് ഈക്വൽ ടു 3/5 ആയിരിക്കും അല്ലേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ 5 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പം 10x - 25 അല്ലേ. ഇനി ഇതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പം 9x - 15 അല്ലേ. ഇതിങ്ങോട്ട് വരുമ്പം 10x - 9x എക്സ് എന്ന് കിട്ടും അല്ലേ. -15 അവിടെ കിടപ്പുണ്ട്. ഇതങ്ങോട്ട് പോകുമ്പോൾ +25 ആകും അല്ലേ. അപ്പോൾ x = നമുക്ക് 10 എന്ന് കിട്ടും അല്ലേ. ചോദിച്ചേക്കുന്നത് ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക എന്നാണ്. ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2x അല്ലേ മക്കളെ? ആണോ? അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ x 10 ആണ്, 2x എന്ന് പറഞ്ഞാൽ 20 അല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ വരുന്നത് 20. ഇതാണ് ഇതിൻ്റെ പക്ക നോർമൽ മെത്തേഡ്. ഇത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഇത് നിങ്ങൾ ബേസായിട്ട് അറിഞ്ഞിരിക്കണം. പലപ്പോഴും എക്സാമിന് ചെല്ലുമ്പോഴേ അവസാനം നമ്മുടെ സഹായത്തിനെത്തുന്നത് ഈ നോർമൽ മെത്തേഡുകളായിരിക്കും. നമ്മൾ ഒത്തിരി ടെക്നിക്കുകളൊക്കെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഇത് പക്ക നോർമൽ മെത്തേഡ് അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ പറയട്ടെ. സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഒരു സംഖ്യ 2x എന്നും ഒരു സംഖ്യ 3x എന്നും എടുത്തു. 2ൽ നിന്നും 5 കുറച്ചാൽ ഒന്ന് 2x - 5, ഒന്ന് 3x - 5. അപ്പോൾ അത് 3:5 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2x - 5ഉം 3x - 5ഉം 3/5 എന്ന റേഷ്യോയിലാണ്. ഇത് സോൾവ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് കണ്ടുപിടിച്ച് x 10 എന്ന് കിട്ടി. അപ്പോൾ ആ സംഖ്യകൾ ഒരെണ്ണം 2xഉം ഒരെണ്ണം 3xഉം ആണ്. 20ഉം 30ഉമാണ്. ആദ്യത്തെ സംഖ്യ 20ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകാം. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് 2. മക്കളെ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം നമുക്ക് യൂണിവേഴ്സലായിട്ട് കാണാതെ പഠിക്കാവുന്നൊരു ടെക്നിക്കാണ്.
2:3 അല്ലേ ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോ. 2-ൽ നിന്നും 5 കുറച്ചെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് 3:5 ആയി മാറി എന്നതല്ലേ അവർ പറഞ്ഞേക്കുന്ന കാര്യം ആണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഒരു മെത്തേഡ് അങ്ങ് കാണാതെ പഠിക്കുവാണേ, ഉത്തരത്തിലേക്ക് എത്താൻ ഒരു മെത്തേഡ് അങ്ങ് കാണാതെ പഠിക്കുക. അപ്പോൾ 2:3 ആയിരുന്നു, 5 കുറച്ചപ്പോൾ 3:5 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഒരു റേഷ്യോയുടെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു റേഷ്യോയുടെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഓർത്തിരിക്കുക, എത്രയാണോ കുറച്ചത് അല്ലെങ്കിൽ കൂട്ടിയത് എന്ന് നോക്കുക, അത് എഴുതുക. 5 ഇൻറ്റു എപ്പോഴും താഴെ കിടക്കുന്ന റേഷ്യോയുടെ ഡിഫറൻസ് എടുക്കുക. 2 ഡിവൈഡഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ് എടുക്കുക. 2 ഇൻറ്റു 5 10, 3 ഇൻറ്റു 3 9, 10ഉം 9 തമ്മിലുള്ള വ്യത്യാസം 1. ആ 1 ഇവിടെ എഴുതും. അപ്പോൾ ഒരു റേഷ്യോ ഈസ് ഈക്വൽ ടു 10ന് തുല്യമാണെന്ന് കിട്ടും. ഒരു റേഷ്യോ എന്നത് 10ന് തുല്യമാണെങ്കിൽ ആദ്യത്തെ സംഖ്യ 2 റേഷ്യോ അല്ലേ, അപ്പോൾ 20ഉം രണ്ടാമത്തെ സംഖ്യ 3 റേഷ്യോ ആയതുകൊണ്ട് 30ഉമാണ്. സോ ഉത്തരം, ആദ്യത്തെ സംഖ്യ കാണാനാണ് ഉത്തരം 20. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഈ പാറ്റേണിലുള്ള എല്ലാ കണക്കിനും യൂസ് ചെയ്യാം. ഒന്നുകൂടെ പറയട്ടെ, സംഖ്യകൾ 2:3 എന്ന റേഷ്യോയിലായിരുന്നു. 5 കുറച്ചപ്പോൾ അത് 3:5 എന്ന റേഷ്യോയിലേക്ക് മാറി എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ആണ്. 2:3 ആയിരുന്നു, 5 കുറച്ചപ്പോൾ 3:5 എന്ന റേഷ്യോയിലേക്ക് മാറി. 2:3 ആയിരുന്നു, 5 കുറച്ചപ്പോൾ 3:5 എന്ന റേഷ്യോയിലേക്ക് മാറി. ഞാൻ എടുത്തെഴുതി. ഇനി ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കണം കുഞ്ഞുങ്ങളെ. ഒരു റേഷ്യോയുടെ വില കാണാൻ ചെയ്യേണ്ടത്, കാണാതെ പഠിക്കുവാണേ. ഓക്കെ, എത്രയാണ് കുറച്ചത് അല്ലെങ്കിൽ കൂട്ടിയതെന്ന് നോക്കുക. ഇവിടെ കുറച്ചതായിട്ടാണ് വന്നേക്കുന്നത്, അതെഴുതി. ഇനി താഴത്തെ റേഷ്യോയുടെ ഡിഫറൻസ്, എപ്പോഴും താഴത്തെ റേഷ്യോ ഡിഫറൻസ് കൊണ്ട് അതിനെ ഗുണിക്കണം. ഇനി ഈ 2 റേഷ്യോകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എടുക്കണം. 2 ഇൻറ്റു 5 10, 3 ഇൻറ്റു 3 9, 10 9 നമ്മൾ ഡിഫറൻസ് 1 കണ്ടോ, 1. അപ്പോൾ 10 എന്ന് കിട്ടി. ഒരു റേഷ്യോയുടെ വില 10. അപ്പോൾ 2 റേഷ്യോ ആയിരുന്നു ആദ്യത്തെ സംഖ്യ, അപ്പോൾ സംഖ്യ 20ആണ്. ഓക്കെ, ഇനി മൂന്നാമതൊരു മെത്തേഡ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു തരുന്നത് പരമാവധി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നോർത്താണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാലും മതി. മൂന്നാമത്തെ മെത്തേഡ് മക്കളെ, സംഖ്യകൾ 2:3 എന്ന റേഷ്യോയിലായിരുന്നു. അതിനോട് 5 കുറച്ചപ്പോൾ അത് 3:5 എന്ന റേഷ്യോയിലേക്ക് മാറി. നമുക്കറിയാം, ഇവിടെ റേഷ്യോസ് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. 2 ആയിരുന്ന റേഷ്യോ 3 ആയിട്ട് മാറി, 5 കുറച്ചപ്പം. 3 ആയിരുന്ന റേഷ്യോ 5 ആയിട്ട് മാറി. അല്ല, ഇവിടെ ഒരു റേഷ്യോ കൂടി, ഇവിടെ 2 റേഷ്യോ കൂടി, 5 കുറച്ചപ്പം. കണ്ടോ, ഇവന്മാർ തമ്മിൽ ഒരു ചേർച്ചയില്ല. ഒരു റേഷ്യോ 2 5 കുറച്ചത്, പക്ഷേ ഒരു സ്ഥലത്ത് ഒരു റേഷ്യോ ആയി കൂടിയത്, മറ്റൊരു സ്ഥലത്ത് 2 റേഷ്യോ ആയി കൂടിയത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഇവനെ ഒന്ന് വൃത്തിയാക്കണം, മെനയാക്കണം അല്ലേ. അതിന് ഞാൻ ചെയ്യുന്നത്, ഇപ്പം 5 കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കുറവ് ഒരേപോലെ വരണമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് ശ്രദ്ധിച്ചോണം. ഞാൻ ഈ 2 റേഷ്യോയുടെ ഡിഫറൻസ് കണ്ടു 2, ഈ 2 റേഷ്യോയുടെ ഡിഫറൻസ് കണ്ടു 1. ഈ ഡിഫറൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗുണിച്ചു. അതായത് ഈ 2 കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു, ഈ 1 കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. മുകളിലത്തെ റേഷ്യോനെ 2 കൊണ്ട് ഗുണിക്കുമ്പം 4:6 എന്ന് വരും. താഴത്തെ റേഷ്യോനെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 3:5 എന്ന് തന്നെ വരും. കണ്ടോ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പം ഇതിനൊരു വൃത്തിയായില്ലേ നോക്കിയേ. 4:6 എന്ന റേഷ്യോയിലായിരുന്നു സംഖ്യകൾ, 5 കുറച്ചപ്പം 3:5 എന്ന റേഷ്യോയിലേക്ക് മാറി. കണ്ടോ, നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു റേഷ്യോയുടെ കുറവല്ലേ ഉണ്ടായേക്കുന്നേ, അല്ലേ? ഒരു റേഷ്യോയുടെ കുറവല്ലേ ഇങ്ങോട്ടുണ്ടായേക്കുന്നേ, ഇങ്ങോട്ട് ഒരു റേഷ്യോയുടെ കുറവല്ലേ 5 കുറച്ചപ്പോൾ ഉണ്ടായത്. കണ്ടോ, അപ്പം ഈ റേഷ്യോയും ഇതും തമ്മിലൊരു ബന്ധമായില്ലേ. ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ അതിനെ മാറ്റാൻ ഞാൻ ചെയ്തത് ഡിഫറൻസ് കൊണ്ട്, ഓരോന്നിൻ്റെയും ഡിഫറൻസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗുണിച്ചു. അപ്പം 4 എന്നുള്ള റേഷ്യോ 5 കുറച്ചപ്പോൾ 3 എന്ന റേഷ്യോ ആയിട്ട് മാറി. 6 എന്നുള്ള റേഷ്യോ 5 കുറച്ചപ്പോൾ 5 എന്നുള്ള റേഷ്യോ ആയിട്ട് മാറി. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു റേഷ്യോ കുറഞ്ഞു 5 കുറഞ്ഞപ്പം,
അപ്പോൾ ഒരു റേഷ്യോ 5 തുല്യമാണെന്നല്ലേ അർത്ഥം. 4 3 മാറി, 6 5 മാറി. രണ്ടിടത്ത് ഒരു റേഷ്യോ കുറഞ്ഞു, 2നോട് 5 കുറച്ചപ്പം. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 തുല്യമാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ 4 റേഷ്യോ ആയിട്ടല്ലേ എടുത്തേക്കുന്നേ. അപ്പം 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ 5 4 റേഷ്യോ 20. കണ്ടോ? ഇനി രണ്ടാമത്തെ സംഖ്യ 6 റേഷ്യോ എന്നല്ലേ എടുത്തേക്കുന്നത്. അപ്പം 6 5 30. സോ സംഖ്യകൾ 20 30. ആദ്യത്തെ സംഖ്യ കാണാൻ പറഞ്ഞ 20. നമ്മൾ ഈ ഒരു റേഷ്യോനെ മുഴുവനായിട്ട് ഇതായിട്ട് മാറ്റി. ഇനി ഇത് വെച്ചേ കണക്ക് ചെയ്യാവുള്ളൂ. ഇത് വെച്ച് വേണം എല്ലാം പറയാൻ. ഇതിൻ്റെ ആവശ്യം ഇനി ഇല്ല. കാരണം ഈ റേഷ്യോനെ വൃത്തിയുള്ള റേഷ്യോ ആക്കി മാറ്റി. അപ്പോൾ പിന്നെ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. കണ്ടോ? ഇപ്പം 4 3 6 5 ഒരു റേഷ്യോ കുറഞ്ഞു, 5 കുറഞ്ഞപ്പം. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 തുല്യമാണ്. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 തുല്യമാണെങ്കിൽ ആദ്യത്തെ സംഖ്യ 4 റേഷ്യോ എന്നല്ലേ എടുത്തേക്കുന്നത്. ഒരു റേഷ്യോ 5 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ 4 × 5 20 അല്ലേ മക്കളെ, 20. കണ്ടോ? അപ്പോൾ ആദ്യത്തെ സംഖ്യ എന്ന് ചോദിച്ചാൽ ആൻസർ 20. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 7:5 എന്ന റേഷ്യോയിലാണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണമെങ്കിൽ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പം പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എണ്ണം 7:5 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ അതിൽ നിന്ന് പെൺകുട്ടികളുടെ എണ്ണം ഞാൻ 7x എന്നും ആൺകുട്ടികളുടെ എണ്ണം ഞാൻ 5x എന്നും എടുത്തു. പെൺകുട്ടികളുടെ എണ്ണം 7x, ആൺകുട്ടികളുടെ എണ്ണം 5x. ഓക്കെ. ഇനി നമുക്കറിയാം, ഇത് കാണുമ്പോഴേ മനസ്സിലാകും, ആൺകുട്ടികളേക്കാൾ 2x കൂടുതലാണ് പെൺകുട്ടികൾ. 8 കൂടുതലാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2x എന്ന് പറയുന്നത് 8 തുല്യമാണ്. അതിൽ നിന്ന് x = 4 ആണെന്ന് മനസ്സിലാക്കാം. x 4 ആണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം കാണാൻ 5x അല്ലേ ചെയ്യണ്ടേ? 5 × 4 ആൻസർ I4 20 ആണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഉത്തരം. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ചുവപ്പും നീലയും കലർത്തിയ പെയിൻറ് കൂട്ടിൽ അവയുടെ അംശബന്ധം 4:3 ആണ്. 4:3 ആണ്. ഇത് 4:1 ആക്കണമെങ്കിൽ ചുവപ്പ് പെയിൻറ്റിൻ്റെ ഡാഷ് അളവ് ചേർക്കണം. അതായത് ചുവപ്പ് നീല അല്ലേ, ഇത് ഏത് റേഷ്യോയിലാണ്? ഇത് 4:3 എന്ന റേഷ്യോയിലാണ് പെയിൻറ്റുകളുള്ളത്. ഇത് 4:1 എന്ന റേഷ്യോയിലേക്ക് മാറ്റണം. അതിന് എത്ര മടങ്ങ് ചുമന്ന പെയിൻറ്റ് ചേർക്കണം എന്നാണ് ചോദ്യം. മക്കളെ, ഇത് ഓപ്ഷനിൽ നിന്ന് എടുത്തങ്ങ് ചെയ്താൽ മതി. 3 മടങ്ങ് ചുമന്ന പെയിൻറ്റ് ചേർത്താൽ എന്ത് സംഭവിക്കും നോക്കി നിങ്ങൾ. 4:3 എന്ന റേഷ്യോയിലല്ലേ പെയിൻറ്റുകളുള്ളത് ആണ്. അപ്പം ചെയ്യാൻ എളുപ്പത്തിന്, മനസ്സിലാവാൻ എളുപ്പത്തിന് 4 ലിറ്റർ ചുമന്ന പെയിൻ്റെന്നും 3 ലിറ്റർ നീല പെയിൻ്റെന്നും എടുക്കാം. സോ 4 ലിറ്ററും 3 ലിറ്ററും ഇങ്ങനെ എടുക്കുക. 4:3 എന്ന റേഷ്യോ ആണ് 4 ലിറ്റർ 3 ലിറ്റർ. ഇനി 3 മടങ്ങ് ചുമന്ന പെയിൻറ്റ് ചേർക്കുമ്പം 4 ലിറ്റർ ആയിരുന്നത് 12 ലിറ്റർ ആയിട്ട് മാറും. നീല പെയിൻറ്റ് 3 ലിറ്റർ തന്നെ. ഇപ്പോൾ ഇത് റേഷ്യോ എടുക്കുമ്പം എന്തായിട്ട് മാറുന്നുണ്ട്? 4:1 ആയിട്ട് മാറുന്നില്ലേ? അപ്പോൾ 4:1 ആയിട്ട് മാറാൻ 3 മടങ്ങ് ചുമന്ന പെയിൻറ്റ് ചേർത്താൽ പോരെ, അതായത് 3 മടങ്ങാക്കിയാൽ പോരെ. സോ ആൻസർ 4:1 ആവാൻ 3 മടങ്ങ് അളവ് ചേർക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമലും ലാലുവും 880 രൂപ 5:6 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ, അപ്പം 880 രൂപയാണ് വീതിക്കേണ്ടത്. ആരൊക്കെയാണ്? കമലും ലാലുവുമാണ്. 5:6 എന്ന റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. എങ്കിൽ ലാലുവിന് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദ്യം. ശരി, ലാലുവിന് കിട്ടുന്ന എമൗണ്ട് കാണാൻ ആകെ എമൗണ്ട് ഇൻറ്റു ലാലുവിൻ്റെ റേഷ്യോ 6 റേഷ്യോയുടെ തുക 11 അല്ലേ. അതായത് 5 6 11 ഭാഗമാണ് ലാലുവിന് കിട്ടുന്നത് അല്ലേ. 5 6 11 11 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? ലാലുവിന് കിട്ടുന്നത്. അപ്പോൾ 880ൻ്റെ 11 ഭാഗം എത്രയാണെന്ന് നോക്കിയാൽ മതി. ആണോ? സോ ഇതും വെട്ടിപ്പോയി.
അല്ലേ മക്കളെ? 80 × 6 6×48 480 രൂപ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതായത് ഒന്ന് ശ്രദ്ധിച്ച്, 5:6 എന്ന റേഷ്യോയിലല്ലേ 5ഉം 6ഉം 11 11-ൽ 6 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? ലാലുവിന് കിട്ടുന്നത്. അപ്പോൾ 880-ൻ്റെ 11-ൽ 6 എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 480 രൂപ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീലയും പച്ചയും ചായങ്ങൾ 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തി 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമുണ്ടാക്കി. നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. സോ ഏതൊക്കെയാണ് നീലയും പച്ചയും നിറങ്ങൾ 3:5 എന്ന അംശബന്ധത്തിൽ ചേർത്തു? അപ്പോൾ നീല അളവ് 3x ലിറ്റർ ആണെന്നും പച്ചയുടെ അളവ് 5x ലിറ്റർ ആണെന്നും എടുക്കാം. ഓക്കെ, ഇനി നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ വ്യത്യാസം 2x അല്ലേ? ഈ 2x എന്ന് പറഞ്ഞാൽ 12 ലിറ്ററിന് തുല്യമാണെന്നല്ലേ? അപ്പോൾ x എത്ര കിട്ടി മക്കളെ? 6 ലിറ്ററിന് കിട്ടി. ആണോ? ഓക്കെ, എത്ര ലിറ്റർ നീലച്ചായമാണ് എടുത്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നീലച്ചായത്തിൻ്റെ അളവ് കാണാൻ 3x എത്രയാണെന്ന് കണ്ടുപിടിക്കണം. XR 3x എന്ന് പറഞ്ഞാൽ 18 ലിറ്റർ എന്ന് കിട്ടും. കുഞ്ഞുങ്ങളെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 18 ലിറ്റർ. ക്ലിയർ ആണല്ലോ? സോ നീലയും പച്ചയും ചായങ്ങൾ 3:5 എന്ന അംശബന്ധത്തിലാണ് കലർത്തിയേക്കുന്നത്. അപ്പം നീലച്ചായം 3x ആണെന്നും പച്ച 5x ആണെന്നും എടുത്തു. ഇനി 12 ലിറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പച്ച ചായം. അപ്പോൾ വ്യത്യാസം 2x. ഇതാണ് 12, XR എന്നും നീലയുടെ അളവ് 3x ആയതുകൊണ്ട് 3 × 6 18 ലിറ്റർ എന്നും കിട്ടും. മുന്നോട്ട് പോവാം. 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം. ഓക്കെ, 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 5:8 ആണെന്ന് തന്നിട്ടുണ്ട്. അവയുടെ വ്യത്യാസം 48 ചെറിയ സംഖ്യ. ഓക്കെ, അപ്പോൾ അതിലൊരു സംഖ്യ 5x ആയിട്ടും ഒരു സംഖ്യ 8x ആയിട്ടും എടുക്കാം. ഇവയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 3x അല്ലേ മക്കളെ? വ്യത്യാസം 48 ആണെന്ന് പറഞ്ഞാൽ 3x 48 ആണെന്നല്ലേ അർത്ഥം? അതിൽ നിന്ന് x എത്ര കിട്ടും? 16 എന്ന് കിട്ടും. 16 ശരിയല്ലേ? 16. ഇനി ചോദ്യം ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 5x അല്ലേ മക്കളെ? 5 × 16 ചെയ്യുമ്പോഴല്ലേ ചെറിയ സംഖ്യ കിട്ടുന്നത്? ആൻസർ 80. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 80 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു തേയില കച്ചവടക്കാരി 2 ഇനം തേയിലകൾ 5:4 എന്ന അനുപാതത്തിൽ യോജിപ്പിച്ചു. ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്. ഓക്കെ, ആദ്യ ഇനം തേയിലയ്ക്ക് കിലോയ്ക്ക് 200 രൂപയും ആദ്യത്തെ ഇനത്തിന് 200 രൂപയും രണ്ടാമത്തെ ഇനത്തിന് 300 രൂപയുമാണ് വില. തേയില യോജിപ്പിച്ചത് വിൽക്കുന്നത് കിലോയ്ക്ക് 250 രൂപയ്ക്കാണ് എങ്കിൽ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം കണക്കാക്കുക. എന്നതാണ് ചോദ്യം. വ്യക്തമല്ലേ? അപ്പോൾ ഒരു തേയില കച്ചവടക്കാരി 2 ഇനം തേയിലകൾ 5:4 എന്ന അനുപാതത്തിൽ യോജിപ്പിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മക്കളെ, ഈ കണക്ക് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. തേയിലകൾ യോജിപ്പിച്ചത് 5:4 എന്ന അനുപാതത്തിലല്ലേ? ഓക്കെ, അപ്പം ഒന്നാമത്തെ തേയിലയുടെ അളവ് 5 കിലോ ആണെന്നും രണ്ടാമത്തേൻ്റെ അളവ് 4 കിലോ ആണെന്നും എടുക്കാം. കാരണം 5:4 എന്ന റേഷ്യോയിൽ വീതിച്ചു എന്നല്ലേ. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് ഒന്നാമത്തേത് 5 കിലോ, രണ്ടാമത്തേത് 4 കിലോ എന്ന് എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിക്കേ, ആദ്യ ഇനം തേയില 5 കിലോ എടുത്തു 200 രൂപയാണെങ്കിൽ 1000 രൂപയല്ലേ അതിന് മുടക്കാകുന്നേ. രണ്ടാമത്തെ ഇനം തേയില 4 കിലോ എടുത്തു 300 രൂപയാണ് അതിൻ്റെ വിലയെങ്കിൽ 1200 രൂപയല്ലേ മുടക്കാകുന്നേ. അപ്പോൾ ഈ തേയില മിക്സ് ചെയ്യുമ്പം ആകെ മുടക്കായത് 2200 രൂപയല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ 2 ഇനം തേയിലകൾ ആദ്യത്തേത് 5 എന്ന റേഷ്യോയിൽ, രണ്ടാമത്തേത് 4 എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തു. അപ്പോൾ ആദ്യത്തേത് 5 കിലോ ഉണ്ടെന്നും രണ്ടാമത്തേത് 4 കിലോ ഉണ്ടെന്നും അങ്ങ് അസ്യൂം ചെയ്യാം.
അപ്പോൾ 5 കിലോ 200 രൂപയുള്ളത് മിക്സ് ചെയ്താൽ 1000 രൂപയായി. 4 കിലോ ഉണ്ട് 300 രൂപയുള്ളത്. അപ്പോൾ അതിന് 1200 രൂപ മുടക്കായി. അപ്പോൾ ആകെ ഈ 5 4 9 കിലോ ഉണ്ടാക്കാൻ 2200 രൂപ ചിലവായി. ഇനി പറഞ്ഞേക്കുവാണ് കിലോയ്ക്ക് 250 രൂപയ്ക്ക് ഇത് വിറ്റു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 9 കിലോ ഉണ്ട്, ഓരോന്നും 250 രൂപയ്ക്ക് വിറ്റാൽ 9 × 250, അതായത് 2250 രൂപയാണ് തിരിച്ച് കിട്ടുന്നത്. അപ്പം ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം എത്ര എന്നല്ലേ ചോദ്യം. മക്കളെ 2250 രൂപ തിരിച്ച് കിട്ടി, 2200 മുടക്കായി. അപ്പം ലാഭം 50 രൂപയല്ലേ. ലാഭശതമാനം കാണാൻ 50 / ലാഭം ബൈ കോസ്റ്റ് പ്രൈസ്. 2200 × 100 അല്ലേ മക്കളെ ഉത്തരം? ആണോ? ആണ്. ദേ ഈ 2 0 വെട്ടിപ്പോയി അല്ലേ. ഇതും 2 വെച്ച് വെട്ടാം. 25/11 എന്ന് കിട്ടും. 25/11 നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 25/11 2.27 സംതിങ് എന്ന് കിട്ടും. ആൻസർ 2.27% ലാഭം എന്നാണ് കിട്ടുന്നത്. നല്ല ചോദ്യമായിരുന്നു അല്ലേ? ഓക്കെ, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടത്തിൻ്റെയും ഭാഗവും കൂടെ ആയിട്ട് വരുന്നൊരു ചോദ്യവും കൂടെയാണ്. റേഷ്യോയുടെയും ലോജിക്കുണ്ട്, ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ലോജിക്കുമുണ്ട്. ഒന്നുകൂടെ പറയട്ടെ. ആണ്, ശ്രദ്ധിച്ചേ. 2 ഇനം തേയിലകൾ 5:4 എന്ന റേഷ്യോയിൽ എടുക്കുന്നു അല്ലേ. സോ ആദ്യത്തെ റേഷ്യോ 5 കിലോ ഉണ്ടെന്നും രണ്ടാമത്തെ ആദ്യത്തെ തേയില 5 കിലോ ഉണ്ടെന്നും രണ്ടാമത്തെ തേയില 4 കിലോ ഉണ്ടെന്നും എടുക്കാം. ഇതിന് ഒരെണ്ണത്തിന് 200 രൂപയോ ഒരെണ്ണത്തിന് 300 രൂപ വില. അപ്പം 5 കിലോ ആദ്യത്തെ തേയില എടുത്തെങ്കിൽ 1000 രൂപ മുടക്കായി കാണും. 4 കിലോ രണ്ടാമത്തെ തേയില എടുത്തെങ്കിൽ 1200 മുടക്കായി കാണും. രണ്ടും മിക്സ് ചെയ്താൽ ആകെ 2200 രൂപ മുടക്കാവും. അപ്പോൾ 5 കിലോയും 4 കിലോയും 9 കിലോ കയ്യിലുണ്ട്. ഇനി 1 കിലോ 250 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. അപ്പോൾ 9 കിലോ ഓരോന്നും 250 രൂപയ്ക്ക് വിറ്റാൽ 2250 രൂപ കിട്ടും. 2200 മുടക്കായി, 2250 രൂപ കിട്ടി. 50 രൂപ ലാഭം. ലാഭശതമാനം കാണാൻ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് × 100 ചെയ്തു. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ആശ, ശ്രീരാഗ്, ദിലീപ് എന്നിവരുടെ ശമ്പളം യഥാക്രമം. ആശയുണ്ട്, ശ്രീരാഗുണ്ട്, അതുപോലെ ദിലീപുണ്ട്. ഇവരുടെ ശമ്പളം യഥാക്രമം 3:4:5 എന്ന അനുപാതത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോവിഡ് മഹാമാരി കാരണം യഥാക്രമം 5%, 10%, 13% എന്നിങ്ങനെ ഇവരുടെ ശമ്പളം കുറച്ചു എങ്കിൽ അവരുടെ ശമ്പളത്തിൻ്റെ പുതിയ അനുപാതം എന്തായിരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ 3:4:5 ആയിരുന്നു ഇവരുടെ ശമ്പളങ്ങൾ അല്ലേ. 5%, 10%, 13% വീതം ഇത് കുറച്ചെന്നല്ലേ മക്കളെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്തരം കണക്കുകൾ ചെയ്യാൻ എക്സാമ്പിൾ വിലയെടുത്ത് ചെയ്യുക ഏറ്റവും എളുപ്പം. അതായത് ഇവരുടെ ശമ്പളങ്ങൾ 3:4:5 എന്ന റേഷ്യോയിലല്ലേ അല്ലേ. 3:4:5 എന്ന റേഷ്യോ വരുന്ന ഏതെങ്കിലും 3 ശമ്പളങ്ങൾ ഇവർക്ക് എടുക്കുക. അപ്പം ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് ഒരാൾക്ക് 300 രൂപ, ഒരാൾക്ക് 400 രൂപ, ഒരാൾക്ക് 500 രൂപ എന്നെടുത്തു. കണ്ടോ? അപ്പോൾ ഇത് 3:4:5 എന്ന റേഷ്യോയിലാണ്. ഈ റേഷ്യോയിൽ എടുത്തു. കാരണം ഇവരുടെ ശമ്പളങ്ങളുടെ അനുപാതം ഇതാണല്ലോ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും 3 വിലകൾ എടുത്തു. ഇനി ആദ്യത്തെ ആളുടെ ശമ്പളം ഇവർ പറഞ്ഞേക്കുന്നത് 5% കുറഞ്ഞു എന്നാണ് അല്ലേ. അപ്പം 300 ആണെങ്കിൽ 300ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 300ൻ്റെ 10% 30, 5% 15. 15 കുറഞ്ഞെങ്കിൽ 285 ആയിട്ട് മാറി ആദ്യത്തെ ആളുടെ ശമ്പളം. ശരി, രണ്ടാമത്തെ ആളുടെ ശമ്പളം 10% കുറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? 400ൻ്റെ 10% 40. 40 കുറഞ്ഞാൽ 360 ആയിട്ട് മാറി. മൂന്നാമത്തെ ആളുടെ ശമ്പളം എത്ര കുറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്? 13%. 1% 5. അപ്പോൾ 13% 65. 65 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 500 - 65 = 435 വരും മൂന്നാമത്തെ ആൾ, അതായത് ദിലീപിൻ്റെ പുതിയ ശമ്പളം.
ഓക്കെ, ഇതിൻ്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 285/360/435 ചെയ്താൽ ഉത്തരവായി. മക്കളെ എല്ലാം നമുക്ക് 5 കൊണ്ട് വെട്ടിക്കളയാലോ അല്ലേ? സോ 285/5 അല്ലെങ്കിൽ 5 വെച്ച് വെട്ടിക്കളയുമ്പോൾ നമുക്ക് 28-ൽ 5 തവണ, ബാക്കി 35-ൽ 7 തവണ 57 കിട്ടും. ഇതിനെ 5 വെച്ച് വെട്ടുമ്പം 360-നെ നമ്മൾ 5 വെച്ച് വെട്ടുമ്പം നമുക്ക് 36-ൽ 7 തവണ 35 വരെ 10-ൽ 2 72 കിട്ടും. 435-നെ വെട്ടുമ്പോൾ 40-ൽ 8 തവണ 35-ൽ 7 തവണ 87 കിട്ടും. സോ ആൻസർ 57/72/87 ഉത്തരം മക്കളെ. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇത്തരം ചോദ്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ആദ്യത്തെ ആൾ ആശ, അടുത്ത ആൾ ശ്രീരാഗ്, അടുത്ത ആൾ ദിലീപ്. ശമ്പളങ്ങൾ 3:4:5 എന്ന റേഷ്യോയിലാണ്. ഒരാളുടെ 300 എന്നും ഒരാളുടെ 400 എന്നും ഒരാളുടെ 500 എന്നും എടുക്കാം. ഒരാളുടെ 5% കുറഞ്ഞെങ്കിൽ 300-ൻ്റെ 5% 15 കുറഞ്ഞ് 285 400-ൻ്റെ 10% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 40 കുറയും, 360 ആകും. 500-ൻ്റെ 13% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 65 കുറയും, അപ്പം 435 ആകും. ഇതിൻ്റെ റേഷ്യോ ആണ് പുതിയ ശമ്പളങ്ങളുടെ റേഷ്യോ. അത് കണ്ടുപിടിക്കുമ്പം എല്ലാം 5 വെച്ച് വെട്ടിക്കളയാം. 57/72/87 കിട്ടും മക്കളെ. അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 ബോക്സുകളാണ് അല്ലേ? അതിൽ 5:2:3 എന്ന അനുപാതത്തിൽ പന്തുകൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ബിയിൽ നിന്ന് 2 പന്തുകൾ എടുത്ത് സിയിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ അനുപാതം എന്തായിട്ട് മാറി എന്ന് തന്നിട്ടുണ്ട്. എന്തായിട്ട് മാറി? 3:1:2 ആയിട്ട് മാറി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ ആകെ എത്ര പന്തുകളാണുള്ളത് എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണേ. അതായത് 3 ബോക്സുകൾ, ഒരു ബോക്സ് എ, ഒരു ബോക്സ് ബി, ഒരു ബോക്സ് സി. പന്തുകൾ 5:2:3 എന്ന റേഷ്യോയിലാണ് അതിലുള്ളത്. ബിയിൽ നിന്ന് 2 പന്തെടുത്ത് സിയിലേക്കിട്ടു അല്ലേ? അപ്പോൾ പുതിയ റേഷ്യോ 3:1:2 ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയ്ക്ക് ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല. കാരണം എയിൽ നിന്ന് പന്തെടുക്കാനോ ഇടാനോ ഒന്നും പോകുന്നില്ല അല്ലേ? പക്ഷേ എയുടെ റേഷ്യോ ആദ്യം 5 ആയിരുന്നു, അതിപ്പം 3 ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം എയ്ക്ക് ഇതിൻ്റെ അകത്ത് റോളൊന്നും ഇല്ലെങ്കിൽ എയുടെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം. അതിന് ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ എയുടെ റേഷ്യോ 5 അല്ലേ? ആ 5 കൊണ്ട് ഈ റേഷ്യോയിനെ മുഴുവൻ ഗുണിച്ചു. ഇവിടെ എയുടെ റേഷ്യോ 3 അല്ലേ? ഈ 3 കൊണ്ട് മുകളിലത്തെ റേഷ്യോയിനെ മുഴുവൻ ഗുണിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗുണിക്കുമ്പം എയുടെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആവും. ബിയും സിയും തമ്മിൽ ഇവിടെ പരിപാടികളൊക്കെ, എയ്ക്ക് റോളില്ല. അപ്പോൾ എയുടെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എയുടെ ആദ്യത്തെ റേഷ്യോ 5 അല്ലേ? ആ 5 കൊണ്ട് താഴത്തെ മുഴുവനെയും ഗുണിച്ചു. എയുടെ രണ്ടാമത്തേത് 3 അല്ലേ? ആ 3 കൊണ്ട് മുകളിലത്തേനെ മുഴുവൻ ഗുണിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കി. മുകളിലത്തേത് എങ്ങനെ വരും? 5x3 15 5x2 10 2x3 6 3x3 9 എന്ന് വരും. രണ്ടാമത്തേതോ 5 കൊണ്ട് ഗുണിക്കുമ്പം 15:5:10 എന്ന് വരും. കണ്ടോ, ഇങ്ങനെയായിട്ട് മാറി റേഷ്യോസ്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ച്, ഇവിടെ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇപ്പം എയുടെ റേഷ്യോ കോൺസ്റ്റൻ്റായി, ബിയുടെയും സിയുടെയും റേഷ്യോയിലുള്ള ചേഞ്ച് ശ്രദ്ധിക്കുക. 6 ആയിരുന്ന റേഷ്യോ 5 ആയിട്ട് മാറി, 9 ആയിരുന്ന റേഷ്യോ 10 ആയിട്ട് മാറി. അതായത് ബിയിൽ നിന്ന് 2 പന്തെടുത്ത് മാറ്റി സിയിലേക്ക് ഇട്ടു. കണ്ടോ, അപ്പോൾ ബിയിൽ കുറവാണ് ഉണ്ടായേക്കുന്നത്. ബിയിൽ നിന്ന് 2 പന്ത് മാറ്റിയപ്പം 6 ആയിരുന്ന റേഷ്യോ 5 ആയിട്ട് മാറി. ആ 2 പന്ത് സിയിലേക്ക് ഇട്ടപ്പം 9 ആയിരുന്ന റേഷ്യോ 10 ആയിട്ട് മാറി. കണ്ടോ, അപ്പം ഒരു റേഷ്യോയുടെ വർധനവല്ലേ രണ്ടിടത്ത്, ഒരിടത്ത് കുറയുകയോ ഒരിടത്ത് കൂടുകയും ചെയ്തേ 2 പന്ത് മാറ്റിയപ്പം. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 പന്തുകൾക്ക് തുല്യമാണ്. കണ്ടോ, ബിയിൽ നിന്ന് 2 പന്തെടുത്തു, അപ്പോൾ ഒരു റേഷ്യോ കുറഞ്ഞു. സിയിലേക്ക് 2 പന്തിട്ടു, അപ്പോൾ ഒരു റേഷ്യോ കൂടി. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 പന്തുകൾക്ക് തുല്യമല്ലേ മക്കളെ?
ആകെ എത്ര പന്തുകളുണ്ടെന്ന് ചോദിച്ചാൽ ഇതാകെ എത്ര റേഷ്യോ ഉണ്ടെന്ന് നോക്കിക്കേ. അതാകെ 30 ഇല്ലേ? ഓക്കെ, ഒരു റേഷ്യോ 2 പന്തിന് തുല്യമാണെങ്കിൽ 30 റേഷ്യോ എന്ന് പറഞ്ഞാൽ 30 × 2 60 പന്തുകൾക്ക് തുല്യമല്ലേ? അപ്പം നമ്മുടെ ഉത്തരം ആൻസർ ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്. 60 എന്ന് കിട്ടും. ഇതാണ് ചെയ്യുന്ന രീതി. ഒന്നുകൂടെ പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടോണേ, നല്ല ചോദ്യങ്ങളാണ് ഇതൊക്കെ. 3 ബോക്സുകൾ, ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി. അതിൽ 5:2:3 എന്ന റേഷ്യോയിൽ പന്തുകളുണ്ട്. ബിയിൽ നിന്ന് 2 പന്തെടുത്ത് സിയിലേക്ക് ഇട്ടപ്പം റേഷ്യോ 3:1:2 ആയി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. ബിയും സിയും തമ്മിൽ ഇവിടെ ഇടപാട് നടന്നത്. ബിയിൽ നിന്ന് 2 പന്തെടുത്ത് സിയിലേക്ക് ഇട്ടു. എയിൽ ഇതിൻ്റെ അകത്ത് ഒരു റോളും ഇല്ല, പക്ഷേ എയുടെ റേഷ്യോ മാറിപ്പോയത് കണ്ടോ? അപ്പോൾ എയുടെ റേഷ്യോനെ കോൺസ്റ്റൻ്റ് ആക്കണം. അതിന് ഞാൻ ചെയ്യുന്നത്, ഇവിടെ എയുടെ റേഷ്യോ 5 അല്ലേ, ഈ 5 കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു. ഇവിടെ എയുടെ റേഷ്യോ 3 അല്ലേ, ഈ 3 കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു. അപ്പം നോക്കിയേ, ആദ്യത്തെ റേഷ്യോ ഇങ്ങനെയാകും, രണ്ടാമത്തെ റേഷ്യോ ഇങ്ങനെയാകും. കണ്ടോ, എയുടെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയത് കണ്ടോ? ബിയുടെ സിയുടെ റേഷ്യോ ശ്രദ്ധിച്ചേ. 6 ആയിരുന്ന റേഷ്യോ 2 പന്തെടുത്ത് മാറ്റിയപ്പോൾ 5 ആയിട്ട് മാറി. 9 ആയിരുന്ന റേഷ്യോ 2 പന്ത് അങ്ങോട്ട് ഇട്ടപ്പോൾ 10 ആയിട്ട് മാറി. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 പന്തുകൾക്ക് തുല്യമല്ലേ? കാരണം 2 പന്ത് എടുത്തപ്പം 6 5 2 പന്ത് ഇട്ടപ്പോൾ 9 10 അപ്പോൾ ഒരു റേഷ്യോ 2 പന്തിന് തുല്യമാണ്. ആകെ എത്ര പന്തുണ്ടെന്ന് അറിയാൻ ആകെ എത്ര റേഷ്യോ ഉണ്ട് ഇവിടെ? 30. ഒരു റേഷ്യോ 2 പന്താണെങ്കിൽ 30 റേഷ്യോ എന്ന് പറഞ്ഞാൽ 60 പന്തുകൾ. അടുത്ത ചോദ്യം മക്കളെ, A:B വില തന്നിട്ടുണ്ട്. A:B വില എത്രയാ? 2:3 ആണല്ലോ. B:C വില എത്രയാ മക്കളെ? അത് 4:5 ആണ്. എന്നിട്ട് ചോദിച്ചേക്കുന്നത് A:B:C എത്ര എന്ന് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ A:B എഴുതി, B:C എഴുതി. A:B:C കാണാൻ മക്കളെ ഇങ്ങനെ താഴേക്ക് നേരെ ഗുണിക്കണം. എയുടെ റേഷ്യോ കാണാൻ ബിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കണം, സിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കണം എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എന്ന് തിരിച്ചിരുന്ന പോലെ എയുടെ റേഷ്യോ ആണ് നേരെ താഴേക്ക് 2 × 4 8. ബിയുടെ റേഷ്യോ ആണ് ചെരിച്ച് 12. സിയുടെ റേഷ്യോ ആണ് നേരെ താഴേക്ക് 3 × 5 15. ഇതാണ് A:B:C വില. 8:12:15 ആണ് മക്കളെ ഉത്തരം. അപ്പോൾ A:B 2:3, B:C 4:5. എയുടെ റേഷ്യോ ആണ് നേരെ താഴേക്ക് ഗുണിക്കുക 2 × 4 8. ബിയുടെ റേഷ്യോ ആണ് ചെരിച്ച് ഗുണിക്കുക 3 × 4 12. സിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കുക 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള നിരക്ക് എത്രയാണ്? അതായത് 8 രൂപയും 80 പൈസയും തമ്മിലുള്ള റേഷ്യോ എത്ര എന്നാണ് ചോദ്യം. അത്ര ആലോചിച്ചാൽ മതി കേട്ടോ. 8 രൂപയും 80 പൈസയും തമ്മിലുള്ള റേഷ്യോ. ഇത് ക്വസ്റ്റ്യൻ മലയാളത്തിലേക്ക് കൺവേർട്ട് ആവുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുള്ള പ്രശ്നമാണ്. 8 രൂപയും 80 പൈസയും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് ചോദ്യം. മക്കളെ 8 രൂപ എന്ന് പറഞ്ഞാൽ പൈസയിലേക്ക് ആക്കി എഴുതുക. 800 പൈസ, 800 പൈസയും 80 പൈസയും തമ്മിലുള്ള റേഷ്യോ. ശരിയാണോ മക്കളെ? സോ നമുക്കറിയാം 800:80 എന്ന് പറഞ്ഞാൽ 800/80 എന്നല്ലേ അർത്ഥം. വെട്ടിക്കളയാമല്ലോ. ഈ 0 പോയി 80 വെട്ടും മുകളിൽ 10 എന്നും താഴെ 1 എന്നും വരും. സോ ആൻസർ 10:1 എന്ന് വരും. 10:1. ക്ലിയർ ആണല്ലോ ചെയ്തത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അബു, സലീം എന്നിവർ അവർക്ക് ലഭിച്ച ലാഭത്തെ 5:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. 5:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അബുവിന് 1500 രൂപ അധികം കിട്ടി. എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്ര? ഓക്കെ, അപ്പോൾ 2 പേരുണ്ട്. ഒരാൾ അബുവ്, ഒരാൾ സലീം. ഇവർക്ക് കിട്ടിയ എമൗണ്ട് 5:3 എന്ന റേഷ്യോയിൽ വീതിച്ചു. അപ്പം എക്ക് കിട്ടിയത് 5x എന്ന എമൗണ്ടും ബിക്ക് കിട്ടിയത് 3x എന്ന എമൗണ്ടുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ അബുവിന് 1500 രൂപ അധികം ലഭിച്ചു എന്നാണ് നമുക്കറിയാം. ഇവിടെ ഇവർക്ക് ലഭിച്ച എമൗണ്ടുകളുടെ ഡിഫറൻസ് 2x അല്ലേ മക്കളെ? ഈ 2x എന്ന് പറയുന്നതാണ് 1500.
അതിൽ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 750 എന്ന് കിട്ടും അല്ലേ? ചോദ്യം എങ്കിൽ അവർക്ക് ലഭിച്ച ലാഭം എത്ര? അവർക്ക് ലഭിച്ച ലാഭം എത്ര എന്ന് ചോദിച്ചാൽ 5ഉം 3ഉം കൂട്ടണ്ടേ, 8 അവർക്ക് കിട്ടിയ ആകെ ലാഭം. 5:3 എന്ന റേഷ്യോയിൽ വീതിച്ചപ്പോൾ ആകെ 8ആണ്. അപ്പം 8x എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണോ? സോ 8 × 750 എന്ന് വരും. അതല്ലേ ഉത്തരവായിട്ട് വരുന്നത്. 8 × 750 നമുക്ക് 6000 എന്ന് കിട്ടും. മക്കളെ ആൻസർ ഓപ്ഷൻ സി ആണ്, 6000. ഒന്നുകൂടെ പറയാം. 5:3 എന്ന റേഷ്യോയിൽ 2 പേർക്ക് കിട്ടിയ ലാഭം വീതിച്ചു, അബുവിനും സലീമിനും. അപ്പോൾ അബുവിന് കിട്ടിയ ലാഭം 5x ആയിട്ടും വിഹിതം സലീമിന് കിട്ടിയ വിഹിതം 3x ആയിട്ടും എടുക്കാം. ഓക്കെ, ഒരാൾക്ക് മറ്റേ ആളേക്കാൾ 1500 രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ 5x 3x നമ്മൾ ഡിഫറൻസ് ആണ് 2x, അതാണ് 1500. അതിൽ നിന്ന് x 750 എന്ന് കിട്ടും. ഇവർക്ക് ആകെ എത്ര ലാഭം കിട്ടിയെന്നറിയാൻ ഈ 5x 3x എന്ന് കൂട്ടണ്ടേ, 8x അല്ലേ ഇവർക്ക് ആകെ കിട്ടിയ ലാഭം. അപ്പോൾ x 750 ആണെങ്കിൽ 8x 8 × 750 6000 എന്ന് കിട്ടും. അടുത്തത് ഒരു സംഖ്യയുടെ 2/3 ഭാഗം, സംഖ്യ എ എന്നെടുത്തു, എയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 4/3 ഭാഗത്തിന് തുല്യമാണ്. മറ്റൊരു സംഖ്യ ബി എന്നെടുത്തു. അപ്പോൾ എയുടെ 2/3 ഭാഗം ബിയുടെ 4/3 ഭാഗത്തിന് തുല്യമാണ്. ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 4/3 ഭാഗത്തിന് തുല്യമായാൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം അല്ലെങ്കിൽ അനുപാതം എത്ര? കണ്ടോ, ഒരു സംഖ്യയുടെ 2/3 ഭാഗം മറ്റൊരു സംഖ്യയുടെ 4/3 ഭാഗത്തിന് തുല്യം. ഒരു സംഖ്യ എ അതിൻ്റെ 2/3 ഭാഗം മറ്റൊരു സംഖ്യ ബി അതിൻ്റെ 4/3 ഭാഗത്തിന് തുല്യം. ഓക്കെ, ഇങ്ങനെ വന്നാൽ വേറെ ഒന്നുമില്ല മക്കളെ ചെയ്യാൻ. ഞാൻ ഇതിങ്ങോട്ട് ഗുണിച്ചു, അപ്പോൾ എനിക്ക് എന്തായി? 8a എന്ന് വന്നു = ഇതിങ്ങോട്ട് ഗുണിച്ചു, അപ്പോൾ എന്തായി? 9b എന്ന് വന്നു. 8a = 9b ആണെങ്കിൽ അതിൽ നിന്ന് a:b = 9:8 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 9:8. എയുടെ റേഷ്യോ ആണ് എ കൈകൊണ്ട് മൂടി വെക്കുക, അടുത്ത് എടുക്കുക, അത് 9 ബിയുടെ റേഷ്യോ ആണ് ബിയുടെ ടൈം കൈകൊണ്ട് മൂടി വെക്കുക, എയുടെ അവിടുത്തെ വില എടുക്കുക 8. കണ്ടോ, അങ്ങനെയാണ് a:b കാണുന്നത്. കണ്ടോ, 8 മൂടി വെക്കുക, 8 മൂടി വെക്കുമ്പോൾ എയുടെ റേഷ്യോ 9 എന്ന് കിട്ടും. കണ്ടോ, ബിയുടെ റേഷ്യോ ആണ് ബിയുടെ ടൈം മൂടി വെക്കുക, അപ്പോൾ 8 കിട്ടും. സോ അങ്ങനെയാണ് 9:8 എന്ന് കിട്ടുന്നത്. 2 സംഖ്യകളുടെ ആകെ തുക, വ്യത്യാസം, ഗുണനഫലം എന്നിവ 5:1:30 എന്ന അനുപാതത്തിലാണ്. സംഖ്യകളുടെ ഗുണനഫലം കണ്ടെത്തുക. എങ്ങനെ ചെയ്യും? 2 സംഖ്യകളുടെ സമ്മ്, അതുപോലെ അവയുടെ ഡിഫറൻസ്, അതുപോലെ അവയുടെ പ്രൊഡക്റ്റ്, ഇത് ഏത് റേഷ്യോയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇത് 5:1:30 എന്ന റേഷ്യോയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം സമ്മ് 5x ആണെന്നും ഡിഫറൻസ് 1x ആണെന്നും പ്രൊഡക്റ്റ് 30x ആണെന്നും സങ്കല്പിച്ചാൽ നമുക്കറിയാം 30ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും പ്രൊഡക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഗുണനഫലം പ്രൊഡക്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം 30ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു സംഖ്യയായിരിക്കും. ഓപ്ഷൻ നോക്കുമ്പം ഇത് 30ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇത് 30ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഇതുവേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇനി ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. ഞാൻ ഓപ്ഷൻ ഡി അങ്ങ് ചെക്ക് ചെയ്യാൻ പോവുക. ഓപ്ഷൻ ഡി 150 എടുത്താൽ ഇവർ പറയുന്നതൊക്കെ ശരിയാകുമെന്ന് നോക്കാം. ഓക്കെ, സംഖ്യകളുടെ പ്രൊഡക്റ്റ് 150 ആണെങ്കിൽ മക്കളെ 30x എന്ന് പറയുന്നത് 150ന് തുല്യമാവണം. അപ്പോൾ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാമല്ലോ. 150/30 5 കിട്ടും എക്സിൻ്റെ വില. 30x 150 കിട്ടി, അതിൽ നിന്ന് എക്സിൻ്റെ വില നമുക്ക് 5 കിട്ടും. ശരിയാണോ? എക്സ് 5 ആണെങ്കിൽ സം ING 25 ഡിഫറൻസ് 5 മനസ്സിലാക്കാം അല്ലേ? അപ്പം 2 സംഖ്യകളുടെ സം 25 ഡിഫറൻസ് 5 ആണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെ വരും? ആ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 15 1 10 വരും. 15 10 കൂട്ടിയാൽ 25 കിട്ടി, 15 10 കുറച്ചാൽ 5 കിട്ടും, 15 10 ഗുണിച്ചാൽ 150 കിട്ടും. എല്ലാം ശരിയായില്ലേ? സമ്മ്, ഡിഫറൻസ്,
പ്രൊഡക്റ്റ് എല്ലാം ശരിയായില്ലേ? അപ്പോൾ അങ്ങനെ വന്നാൽ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എടുക്കുമ്പോൾ ഇതെല്ലാം ശരിയാകുന്നത്. ഓപ്ഷൻ എ എടുത്താൽ ശരിയാവില്ല. ഒന്നുകൂടെ പറയട്ടെ. സമ്മ്, ഡിഫറൻസ്, പ്രൊഡക്റ്റ്, ഇത് മൂന്നും 5:1:30 എന്ന റേഷ്യോയിലാണ്. പ്രൊഡക്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. മക്കളെ, പ്രൊഡക്റ്റ് 30ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടൊരു സംഖ്യയായിരിക്കും. അതുകൊണ്ട് 300 150 ഉത്തരം വരാം. 150 ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുക. 30x = 150 എന്ന് എടുത്തു. x 5 എന്ന് കിട്ടും. x 5 ആണെങ്കിൽ സം 25ഉം ഡിഫറൻസ് 5ഉം പ്രൊഡക്റ്റ് 150 എന്നുള്ളതാണല്ലോ എടുത്തത്. പ്രൊഡക്റ്റ് 150 വരും. അപ്പം സമ്മ് 25ഉം ഡിഫറൻസ് 5ഉം ആണെങ്കിൽ ആ സംഖ്യകൾ 15ഉം 10ഉം വരും. സംഖ്യകൾ 15ഉം 10ഉം ആണെങ്കിൽ സം 25 ശരിയായി, ഡിഫറൻസ് 5 ശരിയായി, പ്രൊഡക്റ്റ് 150 ശരിയായി. എല്ലാം ശരിയായില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സംഖ്യകളുടെ ഗുണഫലം 150 ആണ് എന്നല്ലേ? A:Bക്ക് ഒരു വില തന്നിട്ടുണ്ട്. അത് 5:7 ആണ്. B:Cക്ക് ഒരു വില തന്നിട്ടുണ്ട്. അത് 6:11 ആണ്. ചോദ്യം എന്ത് കണ്ടുപിടിക്കാനാണ്? A:B:C കാണാനാണ് ചോദ്യം. ഓക്കെ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഞാൻ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് മക്കളെ, എയുടെ റേഷ്യോ കാണാൻ ഇങ്ങനെ താഴേക്ക് ഗുണിക്കുക, ബിയുടെ റേഷ്യോ കാണാൻ ഇങ്ങനെ ഗുണിക്കുക, സിയുടെ റേഷ്യോ കാണാൻ ഇങ്ങനെ ഗുണിക്കുക. ഇതാണ് ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡ്. എയുടെ റേഷ്യോ ആണെങ്കിൽ ഇങ്ങനെ ഗുണിച്ചു, ബിയുടെ റേഷ്യോ ആണെങ്കിൽ ഇങ്ങനെ ഗുണിച്ചു, സിയുടെ റേഷ്യോ ആണെങ്കിൽ ഇങ്ങനെ ഗുണിച്ചു. ഓക്കെ, അപ്പോൾ എയുടെ റേഷ്യോ കാണാൻ താഴേക്ക് ഗുണിക്കുക 6×5 = 30. ബിയുടെ റേഷ്യോ കാണാൻ ചെരിച്ച് ഗുണിക്കുക 6×7 = 42. സിയുടെ റേഷ്യോ കാണാൻ താഴേക്ക് ഗുണിക്കുക 7×11 = 77. മക്കളെ, ഇതാണ് നമ്മുടെ ഉത്തരം. 30:42:77. ഓക്കെ, അപ്പോൾ ചെയ്ത മെത്തേഡ് എയുടെ റേഷ്യോ ആണ് ഇങ്ങനെ താഴേക്ക് ഗുണിച്ചു, ബിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിച്ചു, സിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ താഴേക്ക് ഗുണിച്ചു കേട്ടോ. അതാണ് A:B:Cയുടെ വിലയായിട്ട് കിട്ടുന്നത്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം 5:7 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. x:35. ഇത് രണ്ടും തുല്യമാണെന്ന് തന്നിട്ട് എക്സിൻ്റെ വില കാണാനാണ് മക്കളെ. ഇങ്ങനെ A:B = C:D എന്ന ഫോർമാറ്റിൽ കണക്ക് ചെയ്യേണ്ട വന്നാൽ ഇത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ ഇവരെ തമ്മിൽ ഗുണിക്കുക, AD = BC എന്ന് എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക. സോ 5×35 5×35 = 7x എന്ന് കിട്ടും. മക്കളെ, എക്സ് കാണാൻ വേണ്ടി 7 താഴേക്ക് പോകും. 5×35 ÷ 7 എന്ന് വരും. 7ഉം 35ഉം കൂടെ വെട്ടിക്കളയാൻ 5 തവണ. സോ 25 എന്ന ആൻസർ കിട്ടും. 25. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം. സോ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 6:5 എന്ന റേഷ്യോയിലാണ്. ഇതിൽ 1/10 സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ ഇപ്പോഴത്തെ അംശബന്ധം എത്ര? അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും 6:5 എന്ന റേഷ്യോയിലാണ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ 6 എന്ന റേഷ്യോയിലും സ്ത്രീകൾ 5 എന്ന റേഷ്യോയിലുമാണ്. ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ പുരുഷന്മാരുടെ എണ്ണം 60 എന്നും സ്ത്രീകളുടെ എണ്ണം 50 എന്നും അങ്ങ് അസ്യൂം ചെയ്തു. 6:5 എന്ന റേഷ്യോയിലായാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 2 വിലകൾ പുരുഷനും സ്ത്രീക്കും കൊടുക്കാം. 6ഉം 5ഉം കൊടുക്കാം, 60ഉം 50ഉം കൊടുക്കാം, 600ഉം 500ഉം കൊടുക്കാം. ആ റേഷ്യോയിലായിരുന്നാൽ മതി. ഞാൻ 60ഉം 50ഉം ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്തു. ഇനി പറയുവാണ്, സ്ത്രീകളിൽ 10 പിരിഞ്ഞു പോയി. 50 സ്ത്രീകൾ എന്നല്ലേ നമ്മളെടുത്തേ. 50ൻ്റെ 10 എത്രയാണ് മക്കളെ? 50ൻ്റെ 10 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? അപ്പോൾ 10 സ്ത്രീകൾ പിരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ 5 സ്ത്രീകൾ പിരിഞ്ഞു പോയെന്നല്ലേ. അപ്പോൾ ഇത് 60, ഇതെത്രയാ? 45. ഇതല്ലേ പുതിയ റേഷ്യോ ആണ്. 5 വെച്ച് അല്ലെങ്കിൽ 15 വെച്ച് വെട്ടിക്കളയുമ്പം ഇത് 4 തവണ, ഇത് 3 തവണ. ആൻസർ 4:3 എന്ന് കിട്ടും. മക്കളെ, ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
അപ്പോൾ ഇത്തരം കണക്കുകളെല്ലാം ഇങ്ങനെ ചെയ്താൽ മതി. അതായത് 6:5 എന്ന റേഷ്യോയിലാണ് പുരുഷനും സ്ത്രീകളും. അപ്പോൾ 60-50 എന്ന് എടുക്കുക, പുരുഷൻ്റെ സ്ത്രീയുടെ എണ്ണം 60-50. ഇനി അതിൽ നിന്ന് 10 ഭാഗം സ്ത്രീകൾ പിരിഞ്ഞു പോയെങ്കിൽ 50ൻ്റെ 10 ഭാഗം കണ്ടുപിടിച്ചു. അത് 5 സ്ത്രീകൾ പിരിഞ്ഞു പോയെന്നർത്ഥം. 50 നിന്ന് 5 സ്ത്രീകൾ പോയാൽ ബാക്കി 45. അപ്പം റേഷ്യോ 60:45. നമ്മൾ 15 വെച്ച് വെട്ടിക്കളയുമ്പോൾ 4:3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5x + 6y = 8x + 5y = 8:9 എന്ന് തന്നിട്ട് x/y വില കാണാനാണ് ചോദ്യം. മക്കളെ, നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ കൺസെപ്റ്റ് A/B = C/D ഫോർമാറ്റിലല്ലേ ഇത്. ഉത്തരം കാണാൻ ഇവരെ ഗുണിക്കുക, ഇവരെ ഗുണിക്കുക, ഇങ്ങനെ വേണം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ആദ്യം ഇവരെ തമ്മിൽ ഗുണിക്കുക, പിന്നെ ഇവരെ തമ്മിൽ ഗുണിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ 5x + 6y ഇൻറ്റു എത്രയാണ് മക്കളെ, ഇൻറ്റു 9 = 8x + 5y ഇൻറ്റു 8 അല്ലേ. 9 കൊണ്ട് അകത്തേക്ക് ഗുണിക്കുമ്പം 9×5 45x + 9×6 54y = 8×8 64x + 8×5 40y. ഓക്കെ, എക്സിൻ്റെ എല്ലാം ഒരുമിച്ച് എഴുതുമ്പം ഇതിങ്ങോട്ട് പോകും, ഇതിങ്ങോട്ട് വരും. ആണോ? 64y നിന്ന് 40y കുറച്ചാൽ ബാക്കി 14y. ഓക്കെ, 64x നിന്ന് 45x കുറച്ചാൽ ബാക്കി 64x നിന്ന് 45x കുറച്ചാൽ ബാക്കി 19x വരും. കണ്ടോ? അപ്പം 14y = 19x എന്ന് കിട്ടും. ഇതിൽ നിന്ന് x/y കാണാമല്ലോ. യെസ്, ഇതിൽ നിന്ന് x/y കാണുമ്പം x/y എന്ന് പറഞ്ഞാൽ 14:19 എന്ന് കിട്ടും. ആൻസർ മക്കളെ ഓപ്ഷൻ സി ആണ്. അതെങ്ങനെ x/y 14:19 വന്നേ? ഇങ്ങനെ ഓർക്കുക മക്കളെ, 3a = 2b ആണെങ്കിൽ A/B കാണാൻ, എയുടെ റേഷ്യോ കാണാൻ എയുടെ ടേം അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് 2ആണ്. ബിയുടെ റേഷ്യോ കാണാൻ ബിയുടെ ടേം അങ്ങ് മൂടി വെക്കുക, ബാക്കിയുള്ളത് 3ആണ്. ഇങ്ങനെയാണ് A/B എടുക്കേണ്ടത്. ഇതുപോലെ 3 ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ 3a = 5b = 2c. എയുടെ റേഷ്യോ ആണ് എയുടെ ടൈം മൂടി വെക്കുക, ബാക്കിയെല്ലാം ഗുണിക്കുക. ബിയുടെ റേഷ്യോ ആണ് ബിയുടെ ടൈം മൂടി വെക്കുക, ബാക്കിയെല്ലാം ഗുണിക്കുക. ഓർക്കുന്നില്ലേ? അതിൻ്റെ തന്നെ 2 വരുന്ന വേർഷനായത്. 3 പകരം 2, അതേ രീതി ചെയ്താണ്. അപ്പോൾ 14y = 19x ആണെങ്കിൽ എക്സിൻ്റെ റേഷ്യോ ആണ് എക്സിൻ്റെ ടൈം മൂടി വെക്കുക, ബാക്കി 14. വൈയുടെ റേഷ്യോ ആണ് വൈയുടെ ടൈം മൂടി വെക്കുക, ബാക്കി 19. സോ x/y 14:19 എന്ന് കിട്ടും. അടുത്ത ചോദ്യം എളുപ്പമുള്ളത് തന്നെ. A/B = 2:5 എന്ന് തന്നിട്ടുണ്ട്. മക്കളെ, B/C = 4:3 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടുപിടിക്കേണ്ട സാധനം A/B/C ആണ്. ഓക്കെ, ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക അല്ലേ. 8:20:15 ആണ് ഉത്തരം. 8:20:15 നമ്മുടെ ഉത്തരം. അടുത്തതും അതേ മോഡൽ തന്നെ. A/Bക്ക് ഒരു വില തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, അത് 2:3 ആണ്. B/Cക്ക് ഒരു വില തന്നിട്ടുണ്ട്, അത് 4:5 ആണ്. ചോദ്യം C/A കാണാനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് A/C കണ്ടുപിടിക്കാമല്ലോ. എയുടെ റേഷ്യോ കാണാൻ ഇങ്ങനെ ഗുണിക്കുക, സിയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കുക അല്ലേ. 8:15 അല്ലേ. അപ്പം C/A എന്ന് പറഞ്ഞാൽ 15:8 അല്ലേ മക്കളെ. 15:8 അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. യെസ്. ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ പേനയുണ്ട്, ബുക്കും ഉണ്ട്. അതിൻ്റെ വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പേനയുടെ വില 3x എന്നും മക്കളെ ബുക്കിൻ്റെ വില 5x എന്നും എടുത്തു. ഇത് കാണുമ്പോൾ അറിയാം ഈ ബുക്കിന് പേനയേക്കാൾ 2x റുപ്പീസ് കൂടുതലാണ്. ഇവർ പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിന് പേനയേക്കാൾ 12 രൂപ കൂടുതലാണെന്ന്. നമുക്കറിയാം പുസ്തകത്തിന് പേനയേക്കാൾ 2x ആണ് കൂടുതൽ.
അപ്പോൾ ഇവർ പറഞ്ഞു 12 കൂടുതലെന്ന്. അതിൻ്റെ അർത്ഥം 2x എന്ന് പറഞ്ഞാൽ 12ന് തുല്യമാണെന്നും x എന്ന് പറഞ്ഞാൽ 6ന് തുല്യമാണെന്നും കിട്ടും. x 6 ആണെങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടെ എത്ര രൂപയാകുന്ന ചോദ്യം. നമുക്കറിയാം പേനയ്ക്കും പുസ്തകത്തിനും കൂടെ 3x 5x ആകെ 8x രൂപ വിലയാണ്. ആണോ? അപ്പം 8 × 6 നമുക്കറിയാം 6 8 48 രൂപയാണ് ആകെ രണ്ടിനും കൂടെ വിലയാകുന്നത്. കണ്ടോ? നമുക്കറിയാം രണ്ടിനും കൂടെ എത്ര രൂപയാണെന്നാ ചോദ്യം. രണ്ടിനും കൂടെ ഒരെണ്ണത്തിന് 3x ആണ്, ഒരെണ്ണത്തിന് 5x ആണ്. അപ്പോൾ രണ്ടിനും കൂടെ 8x കണ്ടുപിടിക്കണം. x 6 ആണെങ്കിൽ 8x എന്ന് പറഞ്ഞാൽ 48 ആണ്. അടുത്ത ചോദ്യം, 126 പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണമാണ് 126. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അംശബന്ധമാണ്. ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ ആണ് 3:5 എന്ന് പറയുന്നത്, അല്ലേ? ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദ്യം. മക്കളെ, പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ റേഷ്യോ 3:5 ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം 3x എന്നും ആൺകുട്ടികളുടെ എണ്ണം 5x എന്നും എടുക്കാം. പെൺകുട്ടികളുടെ എണ്ണം 3x, ആൺകുട്ടികളുടെ എണ്ണം 5x. ഓക്കെ, പെൺകുട്ടികൾ 126 ഉണ്ടെന്ന് പറഞ്ഞാൽ 3xൻ്റെ വില 126 ആണെന്ന് അർത്ഥം. സോ കുഞ്ഞുങ്ങളെ, 3x = 126 ആണെങ്കിൽ അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. 126 ÷ 3 എന്ന് കിട്ടും, അല്ലേ? നമുക്ക് 42 എന്ന് കിട്ടും എക്സിൻ്റെ വില, അല്ലേ? എക്സിൻ്റെ വില 42 ആണ്. ഇനി ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണെന്ന ചോദ്യം. നമുക്കറിയാം ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം 2x അല്ലേ മക്കളെ? അപ്പം x 42 ആണ്, 2x എത്രയാണെന്ന് നോക്കിയാൽ പോരെ. ആൻസർ 84 എന്ന് കിട്ടും ഉത്തരം. കണ്ടോ? അതായത് എത്ര കൂടുതലാണ് ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാളെന്ന ചോദ്യം. നമുക്കറിയാം 2x ആണ് കൂടുതൽ. അതിൽ x 42 ആണെന്ന് കിട്ടി. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ 84 എന്ന് ഉത്തരം കിട്ടും. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. ഓക്കെ, സോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 1:2 ആയിരുന്നു റേഷ്യോ എന്നല്ലേ അർത്ഥം. ആൺകുട്ടികളുടെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 1:2 ആയിരുന്നു റേഷ്യോ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആദ്യം ആൺകുട്ടികളും പെൺകുട്ടികളും ഏത് റേഷ്യോയിലാണ്? 1:3 എന്ന റേഷ്യോയിലാണ്. അതായത് ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് 1x ആയിരുന്നു എന്നും പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് 3x ആയിരുന്നു എന്നും എടുക്കാം. ഓക്കെ അല്ലേ? ആൺകുട്ടികളുടെ എണ്ണം 1x, പെൺകുട്ടികളുടെ എണ്ണം 3x. ശരി, ഇനി ഇതിൽ 8 പെൺകുട്ടികൾ വരാതിരുന്ന ദിവസം. അപ്പോൾ ആൺകുട്ടികൾ എല്ലാവരും ഉണ്ട്, അതായത് ആൺകുട്ടികളുടെ എണ്ണം 1x, പെൺകുട്ടികൾ 3x ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു 8 പേര് വരാതിരുന്നു. ശരിയല്ലേ? അപ്പോൾ ആൺകുട്ടികളുടെ ഇരട്ടി പെൺകുട്ടികളായി മാറി എന്ന് പറഞ്ഞാൽ 1:2 എന്ന റേഷ്യോയിലേക്ക് മാറി എന്നതല്ലേ അർത്ഥം. അപ്പം 1x ÷ 3x - 8 എന്ന് പറഞ്ഞാൽ 1/2 എന്ന റേഷ്യോയിലാണ് എന്നതല്ലേ അർത്ഥം. ആണോ മക്കളെ? ആണ്. ഇനി ഇങ്ങോട്ട് ഗുണിക്കുമ്പം 2x = അല്ലേ 3x - 8 എന്ന് വരും. ഈ 2x അങ്ങോട്ട് പോകുമ്പോൾ 3x - 2x x എന്ന് വരും. ഈ -8 ഇങ്ങോട്ട് +8 ആയിട്ട് മാറും. x = 8 എന്ന് കിട്ടും. x = 8 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നേ ആകെ കുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു എന്നാണ്. നമുക്കറിയാം 1x 3x ചേർന്ന് ആകെ 4x കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ 4x ഏതാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. ശരിയല്ലേ? 4x കാണാൻ x 8 അല്ലേ? 4x എന്നാൽ 32 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ആൻസർ ഓപ്ഷൻ C ആണ് കറക്റ്റ്. ചെയ്ത മെതേഡ് ക്ലിയർ ആയല്ലോ അല്ലേ? സോ ഒന്നുകൂടെ പറയാം മക്കളെ, ആൺകുട്ടികളും പെൺകുട്ടികളും 1:3 എന്ന റേഷ്യോയിലായിരുന്നു. അപ്പോൾ ആൺകുട്ടികൾ 1x എന്നും പെൺകുട്ടികൾ 3x എന്നും എടുത്തു.
ഇനി ആൺകുട്ടികൾ എല്ലാവരും വന്നു, പെൺകുട്ടികൾ ഒരു 8 പേര് വരാതിരുന്നപ്പം ആൺകുട്ടികളുടെ ഇരട്ടി പെൺകുട്ടികളായി മാറി. അപ്പോൾ ആൺകുട്ടികൾ 1x പേര് ക്ലാസ്സിൽ വന്നു, പെൺകുട്ടികൾ 3x ആയിരുന്നു, ഒരു 8 പേര് കുറവ് വന്നു. അപ്പോൾ 1:2 എന്ന റേഷ്യോയിലായി മാറി ആൺകുട്ടികളും പെൺകുട്ടികളും എന്നല്ലേ. അപ്പോൾ ഇത് ഇത് എന്ന് പറഞ്ഞാൽ 1:2 ആണെന്നല്ലേ അർത്ഥം. 1x/3x - 8 = 1/2. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കണ്ടുപിടിച്ചു. എക്സ് 8 ആണ്. എക്സ് 8 ആണെങ്കിൽ ആകെ കുട്ടികൾ എത്രയെന്ന് ചോദിച്ചാൽ 1x-ഉം 3x-ഉം ചേരുന്ന 4x ആണ് ആകെ കുട്ടികൾ. 4x എന്ന് പറഞ്ഞാൽ 4 × 8 32 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഷാജി, ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര? അതായത് 2 ആളുകളാണ് കഥയിലുള്ളത്. ഒരാൾ ഷാജിയാണ്, അടുത്തയാൾ ഷാൻ ആണ് അല്ലേ. അടുത്തയാൾ ഷാൻ. മക്കളെ, ഇവർ ഒരു തുക നമുക്കറിയില്ല. നമുക്ക് തുക എക്സ് ആണ് കയ്യിലുള്ളത് എന്നെടുക്കാം. ശരി, ആ തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഷാനിൻ്റെ കാര്യമാണ് ഇവിടെ ചോദ്യത്തിൽ പറയുന്നത്. അപ്പം 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ ഷാനിന് 5 × 4 9-ൽ 5 ഭാഗം കിട്ടി എന്നല്ലേ അർത്ഥം. 4ഉം 5ഉം കൂട്ടുമ്പോൾ 9. 4:5 എന്ന റേഷ്യോയിൽ വീതിച്ചാൽ 9-ൽ 5 ഭാഗം ഷാനിന് കിട്ടിയെന്ന് അർത്ഥം അല്ലേ. 9-ൽ 4 ഭാഗമാണ് ഷാജിക്ക് കിട്ടിയത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സാഹചര്യം. രണ്ടാമത്തെ കേസിൽ വീതിച്ചപ്പം 4:3 എന്ന അംശബന്ധത്തിലാണ് വീതിച്ചത് അല്ലേ. അപ്പോൾ 7-ൽ 4 ഭാഗം ഷാജിക്കും 7-ൽ 3 ഭാഗം ഷാനിനും കിട്ടി അല്ലേ. അപ്പോൾ ആദ്യം ഷാനിന് കിട്ടിയത് 9-ൽ 5 ആണ് ആകെ തുകയുടെ. രണ്ടാമത്തെ കേസിൽ ഷാനിന് കിട്ടിയത് 7-ൽ 3 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം 640 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പം ആകെ തുകയുടെ 9-ൽ 5ഉം ആകെ തുകയുടെ 7-ൽ 3ഉം തമ്മിലുള്ള വ്യത്യാസമാണ് കുഞ്ഞുങ്ങളെ 640. കണ്ടോ? ഇത്രയേ ഉള്ളൂ ലോജിക്ക്. ആദ്യം വീതിച്ചപ്പം 9-ൽ 5 ഭാഗം ഷാനിന്, രണ്ടാമത് വീതിച്ചപ്പോൾ 7-ൽ 3 ഭാഗം ഷാനിന്. ആദ്യം വീതിച്ചതിനേക്കാൾ 640 രൂപ കുറവാണ് രണ്ടാമത് വീതിച്ചപ്പോൾ കിട്ടിയതെങ്കിൽ ഇതും തമ്മിലുള്ള വ്യത്യാസം 640 ആണെന്നല്ലേ അർത്ഥം. ഇതങ്ങ് സോൾവ് ചെയ്താൽ പ്രശ്നം തീരുകയല്ലേ. സോ 7×5 35x മൈനസ് 9×3 27x ഡിവൈഡഡ് ബൈ 9×7 63 എന്ന് കിട്ടും. = 640 എന്ന് വരും. ഈ വ്യത്യാസം എത്രയാണെന്ന് നോക്കുക മക്കളെ. വ്യത്യാസം 8x ആണല്ലേ. സോ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാനാണെങ്കിൽ 8x = 640 ഇൻറ്റു ഈ 63 മുകളിലേക്കാവുമല്ലോ, 63 എന്ന് കിട്ടും. 8ഉം 640 വെട്ടിക്കളയാം, 80 ഇൻറ്റു 63 എന്ന് കിട്ടും എക്സിൻ്റെ വില. ശരിയല്ലേ? എത്രയാത്? 8 ഇൻറ്റു 63 ഗുണിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം അല്ലേ. അത് എക്സ് ആണ്. നമുക്ക് 8ഉം 64 കൂടെ എന്തായാലും വെട്ടിക്കളയാം. അത് നേരെയാണല്ലോ അല്ലേ. 8ഉം 64 വെട്ടിക്കളയാൻ നേരെ കിടക്കുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ സമത്തിൻ്റെ അപ്പുറം ഇപ്പുറയും കിടക്കുന്നത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അത് കൺഫ്യൂഷൻ വേണ്ട. കാരണം ഈ എക്സ് കാണാൻ നേരത്തെ 8 താഴേക്കല്ലേ പോകുന്നത്. താഴെ കിടക്കുന്ന 8 മുകളിൽ 64 വെട്ടിക്കളയാമെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ x = 80 × 63 50 40, അതായത് 5040 എന്ന് ആൻസർ കിട്ടും. ആൻസർ 5040 എന്ന് കിട്ടും. 5040. കണ്ടോ? ഇതാണ് ഈ കണക്കുകൾ ചെയ്യേണ്ട രീതി. ഇതിൽ ഇത്രയും കൺഫ്യൂഷനൊന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാം. ഇത്രയും സ്റ്റെപ്പുകളൊന്നും എഴുതുകയും വേണ്ട, സിമ്പിളായിട്ട് ഓർക്കാം മക്കളെ. ആദ്യം വീതിച്ചപ്പം ഇത് നമ്മളിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെ വലുതായിട്ട് എഴുതി വെക്കുന്നത്. നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ വരുമ്പം അതായത് 4:5 എന്ന അംശത്തിൽ വീതിച്ചാൽ 9-ൽ 5 ഭാഗം ഷാനിന് കിട്ടും ആകെ എമൗണ്ടിൻ്റെ അല്ലേ. ഇനി അത് 4:3 എന്ന അംശത്തിൽ വീതിച്ചാൽ 7-ൽ 3 ഭാഗം കിട്ടും അല്ലേ.
ആകെ എമൗണ്ടിൻ്റെ. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര? 640. ദേ ഇവിടം തൊട്ട് ആ കണക്കങ്ങ് ചെയ്താൽ മതി, വേറൊന്നുമില്ല, പരിപാടി തീരും. കേട്ടോ? ശരി, മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകൾ 3:5 എന്ന അംശബന്ധത്തിലാണ് അല്ലെങ്കിൽ അനുപാതത്തിലാണ്. ഓരോ സംഖ്യയോടും 10 കൂട്ടി. മക്കളെ, ഓരോ സംഖ്യയോടും 10 കൂട്ടി. അപ്പോൾ അവ 5:7 എന്ന അംശബന്ധത്തിലേക്ക് മാറി എങ്കിൽ സംഖ്യകൾ ഏവ? മക്കളെ, ഒത്തിരി തവണ വരുന്ന ഒരു പാറ്റേണാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് കാണാതെ പഠിച്ചോണം ഇത്തരം ചോദ്യങ്ങൾ കേട്ടോ. അതായത് ആദ്യം ഒരു റേഷ്യോ തരും, അതിനോട് ഇത്ര കൂട്ടിയപ്പോൾ അല്ലെങ്കിൽ കുറച്ചപ്പോൾ മറ്റൊരു റേഷ്യോയിലേക്ക് മാറി എന്ന് പറയും, എങ്കിൽ സംഖ്യകളേതെന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 10 ഇൻറ്റു എത്ര കൂട്ടി അല്ലെങ്കിൽ കുറച്ചു നോക്കുക. 10 അല്ലേ ഇവിടെ കൂട്ടിയത്, ആ 10 ഇൻറ്റു താഴെ കിടക്കുന്ന റേഷ്യോയുടെ ഡിഫറൻസ് അതെത്രയാണ്? 2 ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 7 3 21, I 5 25. 7 3 21, I 5 25. അതിൻ്റെ ഡിഫറൻസ് 4 അല്ലേ? അപ്പോൾ താഴെ 4 അല്ലേ? യെസ് മക്കളെ, ഇതും വെട്ടിപ്പോയി 2 തവണ. നമുക്ക് ആൻസർ 5 എന്ന് കിട്ടി. ഓക്കെ ആണോ? 5 എന്ന് കിട്ടി. യെസ്, ആ 5 കൊണ്ട് നമ്മൾ മുകളിലത്തെ 2 റേഷ്യോനെ ഗുണിക്കണം. 5 കൊണ്ട് 3നെ ഗുണിച്ചാൽ 15, 5 കൊണ്ട് 5നെ ഗുണിച്ചാൽ 25. കണ്ടോ? സോ ആ സംഖ്യകൾ 15ഉം 25ഉം ആയിരുന്നു. അതായത് ഇവിടെ 5 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒരു റേഷ്യോയുടെ വിലയായിരിക്കും. ഒരു റേഷ്യോയുടെ വില കാണാനാണ് ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഈ പാറ്റേൺ ചോദ്യങ്ങൾ ഏജിൻ്റെ കണക്കുകളിൽ വരാറുണ്ട്, റേഷ്യൻ പ്രപ്പോർഷനിൽ വരാറുണ്ട്. ഓർത്തിരിക്കുക, 3:5 എന്ന അംശബന്ധത്തിലായിരുന്നു. രണ്ടിനോടും 10 കൂട്ടിയപ്പോൾ 5:7 എന്ന അംശബന്ധത്തിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ ഒരു റേഷ്യോയുടെ വില എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ ചെയ്തത് ഈ 10 എല്ലാ കണക്കിലും ഇങ്ങനെയാണ്. ഈ സംഖ്യ ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസ് 2, ഈ സംഖ്യ ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസ് 2 ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറൻസ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21ഉം 25ഉം, ഡിഫറൻസ് 4. അപ്പോൾ എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടി. അപ്പോൾ ഒരു റേഷ്യോയുടെ വിലയാണ് 5. അപ്പോൾ ഈ 3 റേഷ്യോയുടെ വില 15ഉം 5 റേഷ്യോയുടെ വില 25ഉമാണ്. കണ്ടോ? ഇത്രയുള്ള പരിപാടി. 15ഉം 25ഉം ആയിരുന്നു സംഖ്യകൾ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു ഷോർട്ട് മെത്തേഡായിട്ട് പഠിച്ചു വെക്കുന്ന മെത്തേഡാണേ. ഇനി ഒരു നോർമൽ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ചിലപ്പോൾ ഇതൊന്നും ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ നോർമലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? 2 സംഖ്യകൾ, ഇത് ഒന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ. ഇത് 3:5 എന്ന അംശബന്ധത്തിലാണെന്നല്ലേ? അപ്പോൾ ആദ്യത്തെ സംഖ്യ 3x എന്നെടുത്തു, അടുത്ത സംഖ്യ 5x എന്നെടുത്തു. 2 സംഖ്യയോടും 10 കൂട്ടി എന്ന് പറയുമ്പം ഒരു സംഖ്യ 3x + 10 ആയി, അടുത്ത സംഖ്യ 5x + 10 ആയി അല്ലേ? അപ്പോൾ അവ 5:7 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ഇവയുടെ റേഷ്യോ 5:7 ആണെന്നല്ലേ അർത്ഥം. ഇനി സോൾവ് ചെയ്യണം. 3x + 10 ഡിവൈഡഡ് ബൈ 5x + 10 എന്ന് പറഞ്ഞാൽ 5/7 എന്ന റേഷ്യോയിലാണ്. കണ്ടോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിച്ചാൽ 3xഉം 5xഉം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇതതിൻ്റെ നോർമൽ മെത്തേഡ്. ഓക്കെ ആണല്ലോ? ഇത്രയും. എസ്, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ഓക്കെ മക്കളെ, 2 കോണുകൾ, ഇത് ഒന്നാമത്തെ കോണ്, ഇത് രണ്ടാമത്തെ കോണ്. ഇവ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. 1:2 ആണ്. അപ്പോൾ ഒരു കോൺ അളവ് 1x ആയിരുന്നു എന്നും രണ്ടാമത്തെ കോണിൻ്റെ അളവ് 2x ആയിരുന്നു എന്നും എടുക്കാം. ശരി, ഇനി ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തു. ചെറിയ കോൺ 1x, ഇത് 6 ഡിഗ്രി കൂട്ടി, അപ്പോൾ 1x + 6 ആയിട്ട് മാറി. ഓക്കെ, വലിയ കോൺ 2x, അത് 6 ഡിഗ്രി കുറച്ചു, അപ്പോൾ 2x - 6 ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് പറ്റിയെന്നാണ് പറഞ്ഞേക്കുന്നത്? അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഇവ 2:3 എന്ന റേഷ്യോയിലേക്കായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 2:3 എന്ന റേഷ്യോയിലേക്കായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവ നമ്മൾ റേഷ്യോ ആണ് 2:3 എന്നത്. ഇത്ര ഓക്കെ ആണോ? ആണ്. ഇനി മക്കളെ 1x + 6ഉം 2x - 6ഉം 2:3 എന്ന റേഷ്യോയിലാണ് എന്നല്ലേ അർത്ഥം അല്ലേ? സോ 2:3 എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് മുന്നോട്ട് സോൾവ് ചെയ്യാമല്ലോ. 1x + 6 ഡിവൈഡഡ് ബൈ 2x - 6
ഇവ തമ്മിൽ 2/3 എന്ന റേഷ്യോയിലാണ്. അകത്തേക്ക് ഗുണിക്കാം നമുക്കിതിനെ. അപ്പം 3x + 18 എന്നാകും അല്ലേ. ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കാം. അപ്പം 4x - 12 എന്നാകും അല്ലേ. സോ ഈ 3x അങ്ങോട്ട് പോകുമ്പോൾ 4x - 3x x എന്ന് വരും. ഈ 12 ഇങ്ങോട്ട് വരുമ്പോൾ 18 + 12 30 എന്നാകും. എക്സിൻ്റെ വില 30 എന്നാണ് കിട്ടുന്നത്. ചെറിയ കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1x അല്ലേ. 1x എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി എന്നല്ലേ അർത്ഥം. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 30 ഡിഗ്രി. ഞാൻ ചെയ്തത് ഒന്നുകൂടെ പറയട്ടെ. അതായത് രണ്ട് കോണുകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ഒരു കോൺ 1x, ഒരു കോൺ 2x. ഒന്നിനോട് 6 കൂട്ടി അടുത്തതിനോട് 6 കുറച്ചു. അപ്പോൾ അത് 2:3 എന്ന റേഷ്യോയിലേക്കായി മാറി. അപ്പം 1x + 6/2x - 6 എന്ന് പറഞ്ഞാൽ 2/3 എന്ന റേഷ്യോയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്തെടുത്തു. എക്സ് 30 എന്ന് കിട്ടി. ചെറിയ കോൺ 30 ഡിഗ്രിയും വലിയ കോൺ 60 ഡിഗ്രിയുമാണ്. ചെറിയ കോൺ എത്ര എന്നല്ലേ ചോദ്യം. ആൻസർ 30 ഡിഗ്രി. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ അനുപാതം 5:6 ആണ്. ഓക്കെ മക്കളെ, ഇതൊന്നാമത്തെ സംഖ്യ, ഇത് രണ്ടാമത്തെ സംഖ്യ. ഇവയുടെ റേഷ്യോ 5:6 ആണ്. അപ്പോൾ ഒരു സംഖ്യ ഞാൻ 5x എന്നും അടുത്ത സംഖ്യ ഞാൻ 6x എന്നും എടുത്തു. ഓക്കെ, ഇനി ഇവയുടെ ഗുണനഫലം. അപ്പോൾ 5xൻ്റെയും 6xൻ്റെയും ഗുണനഫലം എത്രയാണ്? 5x × 6x എന്ന് പറഞ്ഞാൽ 480 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം 6×5 30, x × x x², 30x² ആണ് 480. കണ്ടോ, x² എന്ന് എടുക്കണം. x × x x² ആണ്. അപ്പോൾ x² = 480 ÷ 30 എന്ന് വരും അല്ലേ മക്കളെ. ഇത് 16 എന്ന് കിട്ടും. അതിൽ നിന്ന് x² 16 ആണ്, x√16 അതായത് 4 എന്ന് കിട്ടും. x 4 ആണെങ്കിൽ ചോദിച്ചേക്കുന്നത് വലിയ സംഖ്യ ഏതെന്ന മക്കളെ. വലിയ സംഖ്യ 6x അല്ലേ. x 4 ആണെങ്കിൽ 6x 6 × 4 24 എന്ന് കിട്ടും. ഇതാണ് വലിയ സംഖ്യ. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തത്, സീനെയും മീനെയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചു. 2:3 എന്ന അംശബന്ധത്തിൽ സീനെയും മീനെയും. ഓക്കെ, അപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി. അപ്പോൾ സീനയുടെ കേസാണ് ഇവിടെ എടുത്ത് പറയുന്നത്. സീനയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ആദ്യം 2:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ കിട്ടി 4:1 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ അല്ലേ. അപ്പോൾ ഈ 4:1 എന്ന അംശബന്ധത്തിൽ വീതിക്കുമ്പോഴേ നമുക്ക് സീനയ്ക്ക് എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം, അല്ലെങ്കിൽ എത്ര ഭാഗം കിട്ടും നോക്കാം. 5/4 ഭാഗം കിട്ടും. 5/4 ഭാഗം അല്ലേ ആണ്. ആകെ എമൗണ്ട് എക്സ് ആണെങ്കിൽ അതിൻ്റെ 5/4 ഭാഗം കിട്ടും. ഓക്കെ, ഇനി 2:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ 5/2 ഭാഗം കിട്ടും അല്ലേ ആകെ എമൗണ്ടിൻ്റെ. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് മക്കളെ എത്ര? 804. ശരിയല്ലേ. അപ്പം രണ്ടാമത് വീതിച്ചപ്പം ആണ് കൂടുതൽ എമൗണ്ട് കിട്ടുന്നത് അല്ലേ. ആദ്യം വീതിച്ചതിനേക്കാൾ 804 രൂപ കൂടുതൽ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4:1 എന്ന അംശബന്ധത്തിൽ വീതിക്കുമ്പോൾ 5/4 ഭാഗം കിട്ടുന്നുണ്ട് ആകെ എമൗണ്ടിൻ്റെ. 2:3 എന്ന അംശബന്ധത്തിൽ വീതിക്കുമ്പം 5/2 ഭാഗം കിട്ടുന്നുണ്ട് ആകെ എമൗണ്ടിൻ്റെ. ഇതിൻ്റെ വ്യത്യാസമാണ് 804 അല്ലേ മക്കളെ. യെസ്, താഴ്വശം ഒരേപോലെയല്ലേ. അപ്പോൾ മുകൾ വശം തമ്മിൽ കുറച്ചാൽ പോരെ. 4x - 2x 2x/5 എന്ന് പറയുന്നതാണ് 804 അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് 2x = 804 × 5 എന്ന് വരും മക്കളെ. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഈ 2ഉം 804 വെട്ടിക്കളയാം. 402 × 5 ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. 402 × 5 2025 എന്ന് കിട്ടും. 2025 അല്ലേ. 402 × 5 ആണ് എക്സിൻ്റെ വിലയായിട്ട് കിട്ടുന്നത്. എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര? അത് 405 × 5 അല്ല, 402 × 5 ആണ്. അത് 2010 എന്നാണ് കിട്ടുന്നത്. 2010 അല്ലേ. 2010 ഇതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്.
ചെയ്തത്. ഈ മോഡൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്, അതിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അല്ലേ. അതായത് 2:3 എന്ന അംശബന്ധത്തിൽ വീതിച്ചതിനേക്കാൾ 804 രൂപ കൂടുതൽ കിട്ടി 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പം. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? ആണ്. അപ്പം ഈ രണ്ടാമത് വീതിച്ചപ്പോഴാണ് കൂടുതൽ കിട്ടിയത്. അപ്പോൾ ആകെ എമൗണ്ടിൻ്റെ 4/5 ഭാഗം രണ്ടാമത് വീതിച്ചപ്പോൾ കിട്ടി. എന്നാൽ ആദ്യം വീതിച്ചപ്പോൾ ആകെ എമൗണ്ടിൻ്റെ 2 ഭാഗമേ കിട്ടിയുള്ളൂ. ശരിയല്ലേ? ഇവ തമ്മിൽ വ്യത്യാസമാണ് 804. ഇത് താഴ്വശം ബേസ് ഒരേപോലെ ആയതുകൊണ്ട് മുകൾ വശം കുറച്ചാൽ മതി. കാരണം ഛേദങ്ങൾ ഒരേപോലെയാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ പോരെ. അപ്പം 4x നിന്ന് 2x കുറച്ചാൽ 2x കിട്ടും. 2x/5 = 804. അതിൽ നിന്ന് x കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? 4a = അല്ലേ? ഓക്കെ. 6b = 8c ആണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. 4a = 6b = 8c ആണ് എങ്കിൽ a:b:c എത്ര? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അല്ലേ മക്കളെ? ആണ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ 3 ഇക്വേറ്റ് ചെയ്ത് വന്നാൽ എയുടെ റേഷ്യോ കാണാൻ എയുടെ ടേം മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. 6ഉം 8ഉം കൂടെ ഗുണിക്കുമ്പം 6 8 48 എയുടെ റേഷ്യോ. യെസ്. ഇനി ബിയുടെ റേഷ്യോ കാണാൻ ബിയുടെ ടേം മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. n4 8ഉം 4ഉം ഗുണിക്കുക. n4 32 ബിയുടെ റേഷ്യോ. ഇനി സിയുടെ റേഷ്യോ കാണാൻ സിയുടെ ടേം മൂടി വെക്കുക, ബാക്കി രണ്ടും ഗുണിക്കുക. 6 4 24 സിയുടെ റേഷ്യോ. ശരിയല്ലേ? ഓക്കെ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ മക്കളെ. നമുക്കെല്ലാം ഏത് വെച്ച് വെട്ടിക്കളയാൻ പറ്റും? 8 വെച്ച് വെട്ടാം അല്ലേ? യെസ്. 6 8 48, n4 32 അല്ലേ? 8 × 3 24. ആൻസർ 6:4:3 എന്ന് കിട്ടും. 6:4:3. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണല്ലോ. 4a = 6b = 8c എന്നാണ്. a:b:c കാണാൻ എയുടെ ടൈം കാണാൻ എ മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. ബിയുടെ ടൈം കാണാൻ ബി മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. സിയുടെ ടൈം കാണാൻ സി മൂടി വെക്കുക, ബാക്കിയുള്ളത് ഗുണിക്കുക. സോ ആൻസർ 6:4:3 എന്ന് കിട്ടി. യെസ്. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് സാലറീസ് ഓഫ് രാജു. ഒരാൾ രാജു ആണ്, ഒരാൾ രാധയാണ്, രാധ. ഒരാൾ ഗീത. യെസ്, ഒരാൾ ഗീത. ഇവരുടെ സാലറിയുടെ റേഷ്യോ 3:5:7 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ രാജുവിൻ്റെ സാലറി 3x ആയിട്ടും രാധയുടെ സാലറി 5x ആയിട്ടും ഗീതയുടെ സാലറി 7x ആയിട്ടും എടുക്കാം. ശരിയല്ലേ മക്കളെ? ആണ്. ഇനി ഇഫ് ഗീത ഗെറ്റ്സ് 868 മോർ ദാൻ രാജു. ഓക്കെ. അപ്പം ഈ രാജുവും ഗീതയും തമ്മിൽ കിട്ടിയ എമൗണ്ടുകളുടെ വ്യത്യാസം 868 പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? എനിക്കറിയാം രാജുവിന് 3x എമൗണ്ടാണ് കിട്ടിയത്, ഗീതയ്ക്ക് 7x എമൗണ്ടാണ് കിട്ടിയത്. ഇവർക്ക് കിട്ടിയ എമൗണ്ടുകളുടെ ഡിഫറൻസ് എത്രയാണ് മക്കളെ? ഇവർക്ക് കിട്ടിയ എമൗണ്ടുകളുടെ ഡിഫറൻസ് 4x ആണ്. ഒരാൾക്ക് 3x ഒരാൾക്ക് 7x ആണ്. ഡിഫറൻസ് 4x ആണ്. ഈ 4x ആണ് 868 എന്ന് പറയുന്നത്. 4x 868 ആണെങ്കിൽ അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. സോ 200 അല്ലേ? 2 6 1 തവണ 28 7 തവണ 217 എന്ന് കിട്ടും എക്സ്. അതായത് 868/4 217 എന്ന് കിട്ടും. എക്സ് 217 ആണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താ? ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് രാധയുടെ സാലറിയാണ്. രാധയുടെ സാലറി 5x അല്ലേ? അപ്പോൾ 5x എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സോ 5 × x 217 ആണ്. 5 × 217 എത്ര കിട്ടും? 5 × 217 നമുക്ക് 5 × 217 ഗുണിക്കുമ്പം 1085 എന്ന് കിട്ടും. സോ മക്കളെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം. എ കണ്ടെയ്നർ ഈസ് ഫിൽഡ് വിത്ത് മിക്സ്ചർ ഓഫ് 2 ലിക്വിഡ്സ് എ ആൻഡ് ബി. ഒരു കണ്ടെയ്നർ എയും ബിയും എന്ന ലിക്വിഡ് കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇൻ ദ റേഷ്യോ ഓഫ് 3:4. അതിൽ എയും ബിയും 3:4 എന്ന റേഷ്യോയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ എയുടെയും ബിയുടെയും ഒരു മിശ്രിതമുണ്ട്.
അത് 3:4 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ എയുടെ അളവ് 3x ലിറ്റർ ആയിട്ടും ബിയുടെ അളവ് 4x ലിറ്റർ ആയിട്ടും എടുക്കാം. ഓക്കെ, ഇനി ബാക്കി 7 ലിറ്റർ ഓഫ് ലിക്വിഡ് എ ഈസ് ആഡഡ് ടു ദ കണ്ടെയ്നർ. ഇതിലേക്ക് 7 ലിറ്റർ ലിക്വിഡ് എ ഒഴിച്ചു. അപ്പോൾ ലിക്വിഡ് എ 3x ഓൾറെഡി ഉണ്ട്, അതിലേക്ക് ഒരു 7 ലിറ്റർ ലിക്വിഡ് എയും കൂടെ ഒഴിച്ചു. ഓക്കെ, ദ ന്യൂ റേഷ്യോ ഓഫ് ലിക്വിഡ് എ ആൻഡ് ബി ബിക്കംസ് 4:3. അങ്ങനെ ഒഴിച്ചപ്പോൾ പുതിയ റേഷ്യോ 4:3 ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം ലിക്വിഡ് ബി ഒന്നും ആഡ് ചെയ്തില്ല എന്നല്ലേ. അപ്പോൾ ലിക്വിഡ് ബിയുടെ പഴയ അളവും പുതിയ അളവും സെയിം ആണ് അല്ലേ. ലിക്വിഡ് എയുടെ അളവ് 3x ആയിരുന്നു, 7 ലിറ്റർ ഒഴിച്ചപ്പം 3x + 7 ആയി. ലിക്വിഡ് ബിയുടെ അളവ് 4x ആയിരുന്നു, ഇപ്പോഴും 4x തന്നെ. ഇനി ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവയുടെ റേഷ്യോ എന്തായിട്ട് മാറി? 4:3 ആയി മാറി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി 3x + 7 ആണ് എയുടെ ഇപ്പോഴത്തെ അളവ്, ഡിവൈഡഡ് ബൈ 4x ആണ് ബിയുടെ ഇപ്പോഴത്തെ അളവ്. ഇത് 4/3 എന്ന റേഷ്യോയിലാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. 3 കൊണ്ട് 3x + 7 ഗുണിക്കുമ്പം 9x + 21 എന്ന് വരും. 4 കൊണ്ട് 4x ഗുണിക്കുമ്പോൾ 16x എന്ന് വരും അല്ലേ മക്കളെ. ഓക്കെ, അപ്പം നമുക്ക് ഇവനെ ഇങ്ങോട്ട് മാറ്റുമ്പം 7x = 21 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സിൻ്റെ വില 3 എന്ന് കിട്ടും. എക്സിൻ്റെ വില 3 ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം? ഫൈൻഡ് ദി ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻ ദ കണ്ടെയ്നർ. ലിക്വിഡ് എയുടെ ആദ്യത്തെ അളവ്. ലിക്വിഡ് എയുടെ ആദ്യത്തെ അളവ് 3x അല്ലായിരുന്നോ? അപ്പോൾ എക്സ് 3 ആണെങ്കിൽ 3x 3 × 3 എന്ന് കിട്ടും. ആൻസർ 9 ലിറ്റർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്തത് വേറെ ഒന്നുമില്ല മക്കളെ, ലിക്വിഡ് എയും ലിക്വിഡ് ബിയും ഉണ്ട്. അത് 3:4 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ എയുടെ അളവ് 3x ആയിട്ടും ബിയുടെ അളവ് 4x ആയിട്ടും എടുത്തു. ഇനി 7 ലിറ്റർ എ ആഡ് ചെയ്തു. അപ്പം എയുടെ പുതിയ അളവ് 3x + 7 ബിയുടെ പുതിയ അളവ് പഴയ അളവ് തന്നെ 4x. ഇപ്പോൾ റേഷ്യോ 4:3 ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3x + 7/4x എന്ന് പറഞ്ഞാൽ 4/3 ആണെന്നല്ലേ അർത്ഥം. സോൾവ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിച്ച് x 3 ആണ്. എയുടെ പഴയ അളവ് 3x ആയിരുന്നു, അത് എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 3, ആൻസർ 9 എന്ന് കിട്ടും. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും പ്രതിവർഷം യഥാക്രമം 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിച്ച് ഒരു ബിസിനസ് ആരംഭിച്ചു. ഒരു വർഷത്തിന് ശേഷം മിസ്റ്റർ എക്സ് 2,50,000 രൂപ കൂടി ബിസിനസ്സിൽ നിക്ഷേപിച്ചു. അതേസമയം മിസ്റ്റർ വൈ ബിസിനസ്സിൽ നിന്ന് 1 ലക്ഷം രൂപ പിൻവലിച്ചു. 2 വർഷം കഴിയുമ്പോൾ മൊത്തം ലാഭം 6,60,000 രൂപയാണെങ്കിൽ ഓരോരുത്തരുടെയും ലാഭം എത്ര? അപ്പോൾ ആകെ 2 വർഷ കാലയളവിലേക്ക് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യം 1 വർഷം ഒരു എമൗണ്ട്, അടുത്ത 1 വർഷം മറ്റൊരു എമൗണ്ടാണ് അല്ലേ. എപ്പോഴും ഓർക്കാം മക്കളെ, ലാഭം വീതിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും കാലയളവും ഗുണിച്ച് കിട്ടുന്നതിൻ്റെ റേഷ്യോയിലായിരിക്കും. എപ്പോഴും ഒരു ലാഭം വീതിക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റും കാലയളവും ഗുണിച്ച് കിട്ടുന്നതിൻ്റെ റേഷ്യോയിലായിരിക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ശ്രദ്ധിച്ചേ, എക്സ് ഉണ്ട്, വൈ ഉണ്ട് കഥയിൽ അല്ലേ. എക്സ് ഒരു 2,50,000 രൂപ നിക്ഷേപിച്ചു തുടക്കത്തിൽ ആണോ? അത് ആദ്യത്തെ 1 വർഷത്തേക്കാണ്, അതായത് 12 മാസത്തേക്ക്. ശരിയല്ലേ? ആണ്. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 2,50,000 കൂടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു അടുത്ത 1 വർഷത്തേക്കെന്നല്ലേ. അപ്പം 2,50,000 കൂടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ 5 ലക്ഷം രൂപയായി. ഇപ്പം ഈ 5 ലക്ഷം രൂപയുണ്ട് അടുത്ത 1 വർഷത്തേന്, അപ്പോൾ അടുത്ത 12 മാസത്തേന്. അപ്പോൾ ഇതാണ് ആകെ എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ. അതായത് ആദ്യം ഒരു 2,50,000 ആദ്യത്തെ 1 വർഷത്തേന് 12 മാസത്തേന്, അതാണ് ഈ എഴുതിയേക്കുന്നത്. പിന്നെ ഒരു 2,50,000 കൂടി ഇട്ടെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം രൂപയായി. അപ്പോൾ ഈ 5 ലക്ഷം രൂപയുണ്ട് അടുത്ത 1 വർഷത്തേന്, അപ്പോൾ ആകെ 2 വർഷമായല്ലോ. ഇതാണ് എയുടെ കോൺട്രിബ്യൂഷൻ, എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ. വൈയുടെ കോൺട്രിബ്യൂഷൻ എന്താ? ഈസ് ടു വൈ ആദ്യം ഒരു 5 ലക്ഷം രൂപ ഇട്ടു അല്ലേ. എത്ര നാളത്തേന്? 12 മാസം, 1 വർഷത്തേന്. ഇനി ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ പിൻവലിച്ചു. അപ്പോൾ ഇപ്പോൾ ഇനി എത്ര ഉള്ളൂ? 4 ലക്ഷം. ഈ 4 ലക്ഷമാണ് അടുത്ത 12 മാസത്തേന് ഇട്ടത്. ക്ലിയർ ആണോ? ഒരു 0 കൂടെ ഉണ്ട്. 4 ലക്ഷമാണ് അടുത്ത 12 മാസത്തേന്. ഇതാണ് വൈയുടെ കോൺട്രിബ്യൂഷൻ 2 വർഷം കൊണ്ട്. ആദ്യം ഒരു 5 ലക്ഷം 12 മാസം പ്ലസ് പിന്നെ ഒരു 4 ലക്ഷം 12 മാസം. ഇതാണ് ഇവർ നിക്ഷേപിച്ച എമൗണ്ടും കാലയളവും ഗുണിച്ച് കിട്ടുന്നത്. ഇതിൻ്റെ റേഷ്യോയിൽ വേണം ലാഭം വീതിക്കാൻ.
ഓക്കെ, ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴേ മക്കളെ ഇവിടെയും 12 ഇവിടെയും 12 ഉണ്ട്, 12 അങ്ങ് പുറത്തെടുക്കാം. ബാക്കി 2,50,000 5 ലക്ഷം കൂടെ കൂട്ടുമ്പം 7,50,000 എന്ന് കിട്ടും. ഈസ്റ്റു ഇവിടെയും 12 കോമൺ 12 കോമൺ 12 പുറത്തെടുക്കാം. ബാക്കി 5 ലക്ഷവും 4 ലക്ഷവും കൂട്ടുമ്പോൾ 9 ലക്ഷം എന്ന് കിട്ടും. 9 ലക്ഷം അല്ലേ മക്കളെ? ഇതും അപ്പുറം ഇപ്പുറം കിടക്കുന്നത് വെട്ടിക്കളയാം, റേഷ്യോ അല്ലേ. ഇനി ഇവിടുത്തെ 4 പൂജ്യവും ഇവിടുത്തെ 4 പൂജ്യം വെട്ടിക്കളയാം. ബാക്കി 75:90 എന്ന് കിട്ടും. ഇത് രണ്ടും 15ൻ്റെ മൾട്ടിപ്പിൾസാണ്. 15 വെട്ടിക്കളയുമ്പം എത്ര? 15 75 5 90 6 തവണ അല്ലേ? അപ്പം 5:6 എക്സിൻ്റെയും വൈയുടെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലാഭം വീതിക്കേണ്ട റേഷ്യോ 5:6 എന്നതാണ്. ഈ റേഷ്യോയിൽ ലാഭം വീതിക്കണം. അപ്പോൾ എയുടെ ഷെയർ കാണാൻ ആകെയുള്ള 6,60,000-ൽ 11 5 ഭാഗമാണ് എയുടെ അല്ല എക്സിൻ്റെ ഷെയർ. എയുടെ ഷെയർ അല്ല എക്സിൻ്റെ ഷെയർ. എയും ബിയും അല്ല എക്സും വൈയും അല്ലേ. എക്സിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 6,60,000-ൻ്റെ 11 5 ഭാഗം. ആകെ 11 ഉണ്ട്, അതിൽ 5 ഭാഗമാണ് എക്സിൻ്റെ ഷെയർ. ശരിയല്ലേ? വെട്ടിക്കളയുമ്പം ഇതും വെട്ടിപ്പോയി 6 അല്ലേ മക്കളെ? സോ 60,000 ഇൻറ്റു 5 എന്ന് കിട്ടും. 6 5 30 3 ലക്ഷം എന്ന് കിട്ടും എക്സിൻ്റെ ഷെയർ. എക്സിൻ്റെ ഷെയർ 3 ലക്ഷം ആണെങ്കിൽ വൈയുടെ ഷെയർ ബാക്കി 3,60,000 ആയിരിക്കും. ശരിയാണോ? അപ്പോൾ എക്സിൻ്റെ വൈയുടെയും ഷെയർ 3 ലക്ഷവും 3,60,000. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അച്ചുവിൻ്റെ വീടിന് ചുമര് തേക്കുന്നതിന് സിമൻറ്റ് അല്ലേ, സിമൻറ്റ് വേണം, അതുപോലെ മണലും വേണം. ഏത് റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്? 1:5 എന്ന റേഷ്യോയിലാണ് അത് മിക്സ് ചെയ്യേണ്ടത്, സിമൻറ്റും മണലും. അതായത് എത്ര സിമൻറ്റ് എടുക്കുന്നോ അതിൻ്റെ 5 ഇരട്ടി വേണം മണൽ എന്നർത്ഥം. ഓക്കെ, ഇതിനായി 45 ചാക്ക് സിമൻറ്റ് വാങ്ങി അല്ലേ. എത്ര സിമൻറ്റ് വേണോ അതിൻ്റെ 5 ഇരട്ടി മണൽ വേണം. അപ്പം 45 ചാക്ക് സിമൻറ്റ് വാങ്ങിയെങ്കിൽ എത്ര മണൽ വേണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ 5 ഇരട്ടി മണൽ വേണം. ശരിയല്ലേ മക്കളെ? 45ൻ്റെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 45 × 5 225 ചാക്ക് മണൽ ആവശ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? സിമൻറ്റും മണലും 1:5 എന്ന റേഷ്യോയിലാണ് ചേർക്കേണ്ടത്. എത്ര സിമൻറ്റ് വേണോ അതിൻ്റെ 5 ഇരട്ടി മണൽ വേണം. അപ്പോൾ സിമൻറ്റ് 45 ചാക്ക് വേണമെങ്കിൽ അതിൻ്റെ 5 ഇരട്ടി മണൽ 45 × 5 എന്ന് വരുവേ. ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറച്ചിരിക്കുന്നു അല്ലേ. സോ മക്കളെ, ഇതാണ് ഒന്നാമത്തെ പാത്രം, ഇതാണ് രണ്ടാമത്തെ പാത്രം, ഇതാണ് മൂന്നാമത്തെ പാത്രം. ഇതിലെല്ലാം മിൽക്കും വാട്ടറും ചേർന്ന മിശ്രിതം. ആദ്യത്തേതിൽ 3:2 എന്ന റേഷ്യോയിൽ, അടുത്തതിൽ മിൽക്കും വാട്ടറും ചേർന്ന മിശ്രിതം 2:1 എന്ന റേഷ്യോയിൽ, അടുത്തതിൽ മിൽക്കും വാട്ടറും ചേർന്ന മിശ്രിതം 7:3 എന്ന റേഷ്യോയിൽ. അപ്പം 3 തരം മിശ്രിതങ്ങളാണ്. 3ലും മിൽക്കും വാട്ടറും ഡിഫറെൻ്റ് അളവുകളിലാണ്. ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, മക്കളെ ഇത് മൂന്നാമത്തേത്. ഇനി ഇത് 3ഉം ചേർത്ത് പുതിയൊരു മിശ്രിതമാക്കി. മക്കളെ ഇത് 3ഉം വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിൽ മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലായിരിക്കും എന്നതാണ് ചോദ്യം. ആദ്യത്തെ പാത്രത്തിൽ 3:2 എന്ന റേഷ്യോയിലായിരുന്നു, രണ്ടാമത്തെ പാത്രത്തിൽ 2:1 എന്ന റേഷ്യോയിലാണ്, മൂന്നാമത്തെ പാത്രത്തിൽ 7:3 എന്ന റേഷ്യോയിലാണ്. ഇത് 3 ഒരുമിച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ അതിൽ മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ് എന്നതാണ് ചോദ്യം. അർത്ഥം മനസ്സിലായി? ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് ആദ്യം പറഞ്ഞു തരാം ഇത്തരം ചോദ്യങ്ങളുടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റും കൂടെ പറഞ്ഞു തരാം. മക്കളെ ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് ഇങ്ങനെ, ഇത്തരം ചോദ്യങ്ങളിൽ ഇതിൻ്റെ LCM ഇവിടെ സം എത്രയാണെന്ന് നോക്കുക. ഇവിടെ സം എത്രയാണ് മക്കളെ? ഇവിടെ സം എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടെ സം എത്രയാണ് മക്കളെ? ഇവിടെ സം 5, ഇവിടെ സം 3, ഇവിടെ ഇതിൻ്റെ സം എത്രയാണ്? 10. അപ്പം ഇതിൻ്റെ 3ൻ്റെ സം എടുത്തു. 1 5, 1 3, 1 10. ഈ 3 സംഖ്യകളുടെ LCM കാണുക. ഈ 3 സംഖ്യകളുടെ LCM 30 ആണ്. LCM 30 ആണ്, 5ൻ്റെ 3ൻ്റെ 10ൻ്റെ. ഈ 30 LCM കിട്ടണമെങ്കിൽ 5ൻ്റെ കൂടെ ഏത് ഗുണിക്കണം നോക്കുക. 5 × 6 ആണ് 30. ശരിയല്ലേ? അതേ 6 കൊണ്ട് ഈ 2 റേഷ്യോയും ഗുണിക്കുക. അപ്പം 18:12 എന്ന് വരും. ഓക്കെ, 30 കിട്ടാൻ ഈ 3നെ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കുക? 10 കൊണ്ട്.
ആ 10 കൊണ്ട് ആ റേഷ്യോയെ 2 ഗുണിക്കുക. അപ്പോൾ 2 × 10 20, 1 × 10 10 കിട്ടും. ഇനി 30 കിട്ടാൻ 10നെ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കുക, 3 കൊണ്ട്. ആ 3 കൊണ്ട് ഈ 2 റേഷ്യോയെ ഗുണിക്കുമ്പം 7 3 21:9 എന്ന് കിട്ടും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ എല്ലാത്തിൻ്റെ സം ഈക്വൽ ആക്കാൻ. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഇവിടെ സം 30 സം 30 സം 30 സം ഈക്വൽ ആയില്ലേ? സം ഈക്വലായി. സം ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. എന്താ ചെയ്തേ? ഞാൻ ചെയ്തത് വേറൊന്നുമില്ല. ഇവിടെ സം കണ്ടുപിടിച്ച് 5, ഇവിടെ സം കണ്ടുപിടിച്ച് 3, ഇവിടെ സം കണ്ടുപിടിച്ച് 10. ഈ 5ൻ്റെയും 3ൻ്റെയും 10ൻ്റെയും LCM കണ്ടു 30. 30 കിട്ടാൻ ഇതിനെ 5നെ 6 കൊണ്ട് ഗുണിക്കണം എന്നറിയാം, അതുകൊണ്ട് ഇതിനെ 6 കൊണ്ട് ഗുണിച്ചു. 30 കിട്ടാൻ 3നെ 10 കൊണ്ട് ഗുണിക്കണം എന്നറിയാം, അതുകൊണ്ട് ഇതിനെയും 10 കൊണ്ട് ഗുണിച്ചു. 30 കിട്ടാൻ 10നെ 3 കൊണ്ട് ഗുണിക്കണം എന്നറിയാം, അതേ 3 കൊണ്ട് ഇതിനെയും ഗുണിച്ചു. അപ്പം ഇവിടെ സം 30, ഇവിടെ സം 30, ഇവിടെ സം 30ആയി. സം ഈക്വലായി. സം ഈക്വലായാൽ മിൽക്കിൻ്റെ പുതിയ റേഷ്യോ കാണാൻ മിൽക്കിൻ്റെ റേഷ്യോകൾ കൂട്ടി പോയാൽ മതി. ഇവിടെ മിൽക്കിൻ്റെ റേഷ്യോ 18 പ്ലസ് ഇവിടെ മിൽക്കിൻ്റെ റേഷ്യോ 20 പ്ലസ് ഇവിടെ മിൽക്കിൻ്റെ റേഷ്യോ 21. ഇത് കൂട്ടുന്നതായിരിക്കും മിൽക്കിൻ്റെ പുതിയ റേഷ്യോ. വാട്ടറിൻ്റെ പുതിയ റേഷ്യോ കാണാൻ ഇവിടെ വാട്ടറിൻ്റെ ഓരോന്നും കൂട്ടിയാൽ ഇവിടെ വാട്ടർ 12 പ്ലസ് ഇവിടെ വാട്ടർ 10 പ്ലസ് ഇവിടെ വാട്ടർ 9. ഇതായിരിക്കും മക്കളെ ഉത്തരം. അപ്പം 41 പ്ലസ് 18 അല്ലേ, എത്ര കിട്ടും? 59 കിട്ടും. ഇവിടെ ഈസ്റ്റു ഇവിടെ എത്ര കിട്ടും മക്കളെ? ഇവിടെ 12 പ്ലസ് 10 പ്ലസ് 9 കിട്ടും, 31 കിട്ടും. 59:31 ഉത്തരം. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇതാണ് അതിൻ്റെ ഷോർട്ട് മെത്തേഡ്. ചെയ്തത് ഒന്നുകൂടെ പറയട്ടെ. സം ഈക്വൽ ആയിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും മിൽക്ക് കൂട്ടുന്നതാണ് മിൽക്കിൻ്റെ പുതിയ റേഷ്യോ, എല്ലാത്തിൻ്റെയും വാട്ടർ കൂട്ടുന്നതാണ് വാട്ടറിൻ്റെ പുതിയ റേഷ്യോ. സം ഈക്വൽ ആയിരുന്നെങ്കിൽ. ഇവിടെ സം ഈക്വൽ അല്ലല്ലോ. സം ഈക്വൽ ആക്കാൻ ഞാൻ ചെയ്തത് ഓരോന്നിൻ്റെയും സമ്മ് കണ്ടുപിടിച്ച് അതിൻ്റെ LCM എടുത്തിട്ട് LCM കിട്ടാൻ ഏതുകൊണ്ട് ഗുണിക്കണം നോക്കി ആ സംഖ്യ കൊണ്ട് റേഷ്യോയെ ഗുണിച്ച് സം ഈക്വൽ ആക്കി എഴുതി ഞാൻ. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ ഞാൻ, എനിക്കൊരു സംതൃപ്തി കുറവ് മക്കളെ. അതായത് ഒന്നുമില്ലെന്നേ, ഇവിടെ സം 5, ഇവിടെ സം 3, ഇവിടെ സം 10. സമ്മ ഓരോന്നിൻ്റെ 5 3 10 ഈ 3 സമ്മിൻ്റെ LCM കണ്ടു 30. 30 കിട്ടാൻ ഈ 5നെ ഏത് കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 6 കൊണ്ടല്ലേ. ആ 6 കൊണ്ട് ഇതിനെ ഗുണിച്ചു. അപ്പോൾ അത് 18 12 ഇനി 30 കിട്ടാൻ ഈ 3നെ ഏത് കൊണ്ട് ഗുണിക്കണം? 10 കൊണ്ട്. 10 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ 20 10 30 കിട്ടാൻ ഈ 10നെ ഏത് കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട്. ആ 3 കൊണ്ട് ഇതിനെ 2 ഗുണിക്കുമ്പോൾ 21 9 ഇപ്പോൾ ഇവിടെ 30 സം 30 സം 30 സം ഈക്വലായില്ലേ? സം ഈക്വലായാൽ മിൽക്കെല്ലാം കൂട്ടുന്നത് മിൽക്കിൻ്റെ റേഷ്യോ, വാട്ടർ എല്ലാം കൂട്ടുന്നത് വാട്ടറിൻ്റെ റേഷ്യോ. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് വൈസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, കുറച്ച് നേരമായി. ശ്രദ്ധിച്ചോ മക്കളെ, കൺസെപ്റ്റ് വൈസ് ഇത്രേ ഉള്ളൂ മക്കളെ. അതായത് ഇതിൽ മിൽക്കുണ്ട്, ഇതിലും മിൽക്കുണ്ട്, ഇതിലും മിൽക്കുണ്ട്. എല്ലാത്തിലും മിൽക്കിൻ്റെ അളവ് എടുത്ത് കൂട്ടുന്നതാണ് മിൽക്കിൻ്റെ പുതിയ റേഷ്യോ. ആദ്യത്തേതിൽ മിൽക്ക് 5/3 ഭാഗമല്ലേ ആണ്. രണ്ടാമത്തേതിൽ മിൽക്ക് 3/2 ഭാഗമല്ലേ, പ്ലസ് മൂന്നാമത്തേതിൽ മിൽക്ക് 10/7 ഭാഗമല്ലേ. ഇതെല്ലാം കൂട്ടുന്നതാണ് മിൽക്കിൻ്റെ പുതിയ റേഷ്യോ. ഓക്കെ, ഇനി വാട്ടറിൻ്റെ പുതിയ റേഷ്യോ കാണാൻ ആദ്യത്തേതിൽ വാട്ടർ 5/2 ഭാഗമല്ലേ, പ്ലസ് രണ്ടാമത്തേതിൽ വാട്ടർ 3/1 ഭാഗമല്ലേ, മൂന്നാമത്തേതിൽ വാട്ടർ 10/3 ഭാഗമല്ലേ. ഇതെല്ലാം കൂട്ടുന്നതാണ് വാട്ടറിൻ്റെ പുതിയ റേഷ്യോ. ഇതാണ് മിൽക്കിൻ്റെ പുതിയ റേഷ്യോ, ഈസ്റ്റ് ഇതാണ് വാട്ടറിൻ്റെ. ഇത് സോൾവ് ചെയ്ത റേഷ്യോ കണ്ടുപിടിക്കണം. ഇതാണ് അതിൻ്റെ നോർമൽ മെത്തേഡ്. ഒന്നുമില്ല, ആദ്യത്തേതിൽ 5/3 ഭാഗം മിൽക്ക്, രണ്ടാമത്തേതിൽ 3/2 ഭാഗം മിൽക്ക്, മൂന്നാമത്തേതിൽ 10/7 ഭാഗം മിൽക്ക്. അതെല്ലാം കൂടെ കൂട്ടുന്നതാണ് മിൽക്കിൻ്റെ പുതിയ അളവ്. ആദ്യത്തേതിൽ വാട്ടർ 5/2 ഭാഗം, രണ്ടാമത്തേതിൽ വാട്ടർ 3/1 ഭാഗം, മൂന്നാമത്തേതിൽ വാട്ടർ 10/3 ഭാഗം. അതെല്ലാം കൂട്ടുന്നതാണ് വാട്ടറിൻ്റെ. ഇതെല്ലാം കൂട്ടണം, ഇതുമെല്ലാം കൂട്ടണം, എന്നിട്ട് മിൽക്കിൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ 59:31 കിട്ടിക്കോളും. ഇതതിൻ്റെ നോർമൽ മെത്തേഡ്. സുജിത്ത്, ഗോപിക, ജോസി എന്നിവർ ചേർന്ന് ഒരു കമ്പനി തുടങ്ങി. സുജിത്ത് 1,50,000 രൂപയും ഗോപിക 1,25,000 രൂപയും ജോസി 2,25,000 രൂപയും മൂലധനമായി നിക്ഷേപിച്ചാണ് കമ്പനി തുടങ്ങിയത്. ഒരു വർഷം കഴിഞ്ഞ് 54,000 രൂപ ലാഭം ലഭിച്ചാൽ സുജിത്തിൻ്റെയും ഗോപികയുടെയും ജോസിയുടെയും ലാഭം എത്ര? അപ്പോൾ ഇവർ ഓരോ ആൾക്കാരും, ഒരാൾ സുജിത്താണ്,
ഒരാൾ ഗോപികയാണ്, ഒരാൾ ജോസിയാണ് അല്ലേ. ഇവർ ചേർന്ന് കമ്പനി തുടങ്ങി. സുജിത്ത് നിക്ഷേപിച്ചത് 1,50,000 രൂപയാണ് മക്കളെ. അതുപോലെ ഗോപിക 1,25,000 രൂപയാണ് നിക്ഷേപിച്ചേക്കുന്നത്. അതുപോലെ ജോസി 2,25,000 രൂപയാണ് നിക്ഷേപിച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവരുടെ മൂലധനം, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ലാഭം വീതിക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയിലാണ്. എന്തിൻ്റെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ റേഷ്യോയിൽ വേണം എന്ത് ചെയ്യാൻ? ലാഭം വീതിക്കാൻ. ഇനി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും കാലയളവും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റും കാലയളവും ഗുണിച്ചതിൻ്റെ റേഷ്യോയിൽ വീതിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമുള്ളെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയിൽ വീതിച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ റേഷ്യോ എടുക്കാൻ പോവാണ്. ഞാൻ ചെയ്യുന്നത് മക്കളെ, ഈ 3 0 വെട്ടിക്കളഞ്ഞു, ഈ 3 0 വെട്ടിക്കളഞ്ഞു, ഈ 3 0 വെട്ടിക്കളഞ്ഞു. ബാക്കി 150:125:225 എന്ന് കിട്ടി. ഇനി എല്ലാത്തിനെയും 25 വെച്ചങ്ങ് വെട്ടിക്കളയാം. 150-ൽ 25 6 തവണ, 125-ൽ 25 5 തവണ, 225-ൽ 25 9 തവണ. കണ്ടോ? അപ്പോൾ എനിക്ക് കിട്ടി 6:5:9. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ. ഓക്കെ ആണല്ലോ. ഇനി ചോദ്യം, ഇതിൽ ഓരോരുത്തരുടെയും വിഹിതം എത്ര എന്നല്ലേ. ആദ്യം സുജിത്തിൻ്റെ വിഹിതം കണ്ടുപിടിച്ചാലോ. സുജിത്തിൻ്റെ വിഹിതം കാണാൻ ആകെ വീതിക്കേണ്ട എമൗണ്ട് 54,000 രൂപയാണ് അല്ലേ. 54,000 രൂപയിൽ നിങ്ങൾ നോക്കിക്കേ, ഇതാകെ 9 6 15 5 20 ആണോ. 20-ൽ 6 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? സുജിത്തിന് കിട്ടുന്നത്. അത് മനസ്സിലായോ? ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 20 കിട്ടും. ശരിയല്ലേ? 20-ൽ 6 ഭാഗം ഷെയറാണ് ആർക്ക് കിട്ടുന്നത്? സുജിത്തിന്. 20-ൽ 5 ഭാഗം ഷെയറാണ് ആർക്ക് കിട്ടുന്നത്? ഗോപികയ്ക്ക്. സോ 20-ൽ 9 ഭാഗം ഷെയറാണ് ആർക്ക് കിട്ടുന്നത്? ജോസിക്ക് അല്ലേ. അപ്പം 54,000-ൻ്റെ 20-ൽ 6 ഭാഗം എത്ര എന്ന് നോക്കിയാൽ ഉത്തരവായി മക്കളെ. 20-ൽ 6 ഭാഗം ആണോ. ഈ 0 വെട്ടിക്കളഞ്ഞു, ഈ 2 ഇതും കൂടെ വെട്ടിക്കളഞ്ഞാൽ നമുക്കറിയാം 27 അല്ലേ 2700 എന്ന് കിട്ടും. ഇൻറ്റു 6 ഉത്തരവായിട്ട് വരുന്നത്. ശരിയല്ലേ? സോ ഈ 27 ഇൻറ്റു 6 ചെയ്യുമ്പം 2-ലല്ലേ ഒറ്റയുടെ സ്ഥാനത്തെ ഒക്കെ അവസാനിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 162 ആയിരിക്കും 27 ഇൻറ്റു 6-ൻ്റെ ഉത്തരം. ഇനി 2 0 കൂടെ ചേർത്താൽ ഇതാണ് സുജിത്തിൻ്റെ വിഹിതം. അപ്പം ഇതുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി. ഇനി ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചെയ്തത് മനസ്സിലായോ മക്കളെ? ഇവിടെ 2700 ഇൻറ്റു 6 എന്നല്ലേ വന്നേ. 27 ഇൻറ്റു 6-ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 7 6 ഗുണിക്കുമ്പോൾ 2 ആണ്. അപ്പം 27 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 2-ലായിരിക്കും അവസാനിക്കുന്നത്. 2-ൽ അവസാനിക്കുന്ന 162 മാത്രമല്ലേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് 162 എടുത്തു. പിന്നെ ഈ 2 0 എഴുതി. കണ്ടോ? ഇതാണ് ആരുടെ? സുജിത്തിൻ്റെ വിഹിതമായിട്ട് കിട്ടുന്നത്. ഇനി അതിൽ തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ചെയ്യേണ്ടല്ലോ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹൈക്കോർട്ട് OAയുടെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയിൽ വേണം ലാഭം വീതിക്കാൻ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റും കാലയളവും തന്നിട്ടുണ്ടെങ്കിൽ, ഇത്ര കാലയളവിലേക്ക് നിക്ഷേപിച്ചു അല്ലെങ്കിൽ ഇത്ര കാലയളവ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാലയളവും ഗുണിച്ചതിൻ്റെ റേഷ്യോയിൽ വേണം ലാഭം വീതിച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3 സംഖ്യകളുടെ അനുപാതം 3:5:7 ആണ്. ഓക്കെ, സോ 3:5:7 ആണ് 3 സംഖ്യകളുടെ അനുപാതം. ഓക്കെ, അപ്പം ഇത് 1-ാമത്തെ സംഖ്യ മക്കളെ, ഇത് 2-ാമത്തെ സംഖ്യ, ഇത് 3-ാമത്തെ സംഖ്യ ആണോ. 1-ാമത്തെ സംഖ്യ 3x എന്നെടുക്കാം, 2-ാമത്തെ സംഖ്യ 5x എന്നെടുക്കാം, 3-ാമത്തെ സംഖ്യ 7x എന്നെടുക്കാം ആണ്. ആദ്യത്തെ സംഖ്യയും 3-ാമത്തെ സംഖ്യയും കൂട്ടിയാൽ, അതായത് 3x 7x കൂട്ടിയാൽ 10x കിട്ടും
അല്ലേ? രണ്ടാമത്തെ സംഖ്യയേക്കാൾ 40 കൂടുതൽ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ സംഖ്യ 5x ആണ്, 5xനേക്കാൾ 40 കൂടുതൽ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഒന്നാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും കൂട്ടിയാൽ 10x ആണ് കിട്ടുന്നത്, അല്ലേ? ആണ്. ഇത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സംഖ്യയായ 5xനേക്കാൾ 40 കൂടുതലാണ്. ഇതിങ്ങോട്ട് പോകുമ്പോൾ 10x മൈനസ് 5x 5x എന്ന് കിട്ടും. 5x ഈക്വൽ ടു 40 എന്ന് കിട്ടും. അതിൽ നിന്ന് x ഈക്വൽ ടു മക്കളെ 8 എന്ന് കിട്ടും. x 8 ആണെങ്കിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? ഏറ്റവും വലിയ സംഖ്യ എന്നാ കണ്ടുപിടിക്കണ്ടേ? ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 7x അല്ലേ? x 8 ആണെങ്കിൽ 7 ഇൻറ്റു 8, ആൻസർ 7 8 56 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, അപ്പു, രാമു, രാജു എന്നിവർ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ ലാഭം യഥാക്രമം 2:3:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തു, അല്ലേ? ഒരാൾ അപ്പുവാണ്, ഒരാൾ രാമുവാണ്, ഒരാൾ രാജുവാണ്. 3 പേരുണ്ട്, അല്ലേ? ഇവർക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ ലാഭം 2:3:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തു. രാമുവിന് 75,000 രൂപ കിട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ആർക്ക്? രാമുവിന്. ഓക്കെ, അപ്പം ആദ്യത്തെ ആൾ അപ്പുവിന് 2x എമൗണ്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക. രാമുവിന് 3x എമൗണ്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക. രാജുവിന് കിട്ടിയ എമൗണ്ട് 5x ആണ് എന്ന് വിചാരിക്കുക. ഇവർ പറഞ്ഞിട്ടുണ്ട് രാമുവിന് 75,000 രൂപയാണ് കിട്ടിയെന്ന്. രാമുവിൻ്റെ എമൗണ്ട് 3x എന്നല്ലേ എടുത്തേ മക്കളെ? ഈ 3x ആണ് 75,000 എന്ന് പറയുന്നത്. 3x 75,000 ആണെങ്കിൽ അതിൽ നിന്ന് x കണ്ടുപിടിക്കാമല്ലോ മക്കളെ. 75,000/3 25,000 എന്ന് കിട്ടും. എക്സിൻ്റെ വില 25,000 ആണ്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? എങ്കിൽ രാജുവിന് എത്ര രൂപയായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക? എങ്കിൽ രാജുവിന് കിട്ടിയ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് 5x അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 25,000 എന്ന് കിട്ടും. 5 ഇൻറ്റു 25 125, 3 0 ഉത്തരം ആണോ? ആൻസർ 1,25,000 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഒരു ബാഗിൽ 5:9:4 എന്ന അനുപാതത്തിൽ 50 പൈസയുടെ നാണയങ്ങളുണ്ട്. പിന്നെ ഏതാ മക്കളെ? 25 പൈസയുടെ നാണയങ്ങളുണ്ട്. പിന്നെ 10 പൈസയുടെ നാണയങ്ങളുമുണ്ട്. മൊത്തം 206 രൂപയുണ്ട്. എങ്കിൽ 10 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടെത്തണം, അല്ലേ? 50 പൈസ നാണയങ്ങളുണ്ട്, അത് 5 എന്ന റേഷ്യോയിലാണ്. 25 പൈസ നാണയങ്ങളുണ്ട്, അത് 9 എന്ന റേഷ്യോയിലാണ്. അതുപോലെ 10 പൈസയുടെ നാണയങ്ങളുണ്ട്, അത് 4 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ 50 പൈസ നാണയങ്ങളുടെ റേഷ്യോ ആണ് 5. ഞാനത് 5 എണ്ണമായിട്ട് അങ്ങ് എടുക്കണം. 50 പൈസ നാണയങ്ങൾ 5 എണ്ണം, 25 പൈസ നാണയങ്ങൾ 9 എണ്ണം, 10 പൈസ നാണയങ്ങൾ 4 എണ്ണം എന്നെടുക്കണം. ഇനി ഇവിടെ മക്കളെ പൈസയല്ലേ തന്നേക്കുന്നത് കൂടുതലും, അപ്പോൾ അത് രൂപയിലെടുക്കാതെ ഇൻ ടേംസ് ഓഫ് പൈസയിൽ തന്നെ എടുക്കുമായിരിക്കും കുറച്ചുകൂടെ ചെയ്യുക എളുപ്പം. 50 പൈസ നാണയങ്ങൾ 5 എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപയുണ്ടെന്നാണ് സാധാരണ നോക്കാറ്, എത്ര പൈസ ഉണ്ടെന്ന് നോക്കുക. 250 പൈസ. കാരണം ഇതെല്ലാം പൈസ കോയിൻസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക എളുപ്പം. 25 പൈസ നാണയങ്ങൾ 9 എണ്ണം ഉണ്ടെങ്കിൽ ആകെ 225 പൈസയുണ്ട്. 10 പൈസ നാണയങ്ങൾ 4 എണ്ണമാണെങ്കിൽ ആകെ 40 പൈസയുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ? 250. ഏതൊക്കെയാണ് കൂട്ടണ്ടേ? 250ഉം 225ഉം പിന്നെ ഒരു 40ഉം കൂടെ കൂട്ടുമ്പം 515 എന്ന് കിട്ടും. 515 പൈസ എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി 515 പൈസ എന്ന് കിട്ടി. 515 പൈസ എടുത്തതിൽ 10 പൈസ നാണയങ്ങൾ 4 എണ്ണം ഉണ്ട്. ആണോ? 515 പൈസ എടുത്തതിൽ 10 പൈസ നാണയങ്ങൾ 4 എണ്ണം ഉണ്ട്. ക്ലിയർ ആണല്ലോ? 515 പൈസ എടുത്തതിൽ 10 പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ഇതുപോലെ 206 രൂപയുണ്ട്. അതായത് 2 പൂജ്യവും കൂടെ ചേർക്കും പൈസയായി. 2600 പൈസ എടുക്കുന്നതിൽ 10 പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. നമ്മൾ രൂപയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പൈസയിലേക്ക് മാറ്റി ചെയ്തു എന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇവിടെ 10 പൈസയുടെ 25 പൈസയുടെ കോയിൻസ് അല്ലേ, അത് രൂപയിലാക്കാൻ പോയാൽ കുറച്ചുകൂടെ പോയിൻ്റ് വരും, കൺഫ്യൂഷൻ വരും. അപ്പോൾ 515 പൈസയിൽ, അതായത് 5:9:4 എന്ന റേഷ്യോയിൽ 515 പൈസ എടുത്തപ്പോൾ അതിൽ 4 എണ്ണമാണ് 10 പൈസ നാണയങ്ങൾ. യെസ്, എങ്കിൽ ഇതേ റേഷ്യോയിൽ 206 രൂപ, അതായത് 2600 പൈസ എടുത്താൽ എത്ര എണ്ണമാണ് 10 പൈസ നാണയങ്ങൾ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 206 20 × 4/515 എന്ന് കിട്ടും. ആണോ മക്കളെ? 5 വെച്ചങ്ങ് വെട്ടിക്കളയാമല്ലോ. 5 വെച്ച് ഇതൊരു തവണ 0 3 103 എന്ന് കിട്ടും. ഇത് 5 വെച്ച് വെട്ടുമ്പോൾ 4 1 2 0 എന്ന് കിട്ടും. ഓക്കെ, എനിക്ക് ഈ 103ഉം 412ഉം നേരെ വെട്ടാം. 103 × 4 ആണ് 412, 40 എന്ന് വരും. 40 × 4 160 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x/y എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 4:3 ആണ്. y/z എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 6:5 ആണ്. എന്നിട്ട് ചോദിച്ചേക്കുന്നത് x/z എത്ര എന്നാണ്. എക്സിൻ്റെയും ഇസഡിൻ്റെയും റേഷ്യോ കാണാൻ ഇവനെയും കൂടെ ഗുണിച്ചാൽ മതി. സോ 6 4 24 5 × 3 15. നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം. 24:15 3 വെച്ച് ചെറുതാക്കാൻ പറ്റും. പക്ഷേ ഓപ്ഷനിൽ 24:15 എന്ന് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. കണ്ടോ, x/y-യും y/z തന്നിട്ട് x/y/z കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അതുപോലെ ഇവിടെ x/z മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ആദ്യത്തെ നേരെ താഴേക്ക് ഗുണിക്കുക, അവസാനത്തെ നേരെ താഴേക്ക് ഗുണിക്കുക അല്ലേ. ഇനി x/y/z ആയിരുന്നു കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്തേനെ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഗുണിക്കുക, അതായത് 24 പിന്നെ ഇങ്ങനെ ഗുണിക്കുക 18 പിന്നെ ഇങ്ങനെ ഗുണിക്കുക 15 എന്ന് കിട്ടും. x/y/z ആണെങ്കിൽ ഇവിടെ x/z മാത്രം പോരെ, അപ്പം ഇങ്ങനെ ഗുണിച്ചാൽ മതി. യെസ്. അടുത്ത ചോദ്യം, 11:132 22:x ആയാൽ ആ എക്സിൻ്റെ വില കാണും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് A/B = C/D ആയാൽ AD = BC എന്ന് എഴുതി വേണം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ. അപ്പോൾ ഇതും ഗുണിച്ച് കിട്ടുന്നതും ഇതും ഗുണിച്ച് കിട്ടുന്നതും തുല്യമാവണം. 11x = 132 × 22 എന്ന് കിട്ടി. അതിൽ നിന്ന് x = 132 × 22/11 എന്ന് കിട്ടും അല്ലേ. ഇതും വെട്ടിപ്പോയി 2 തവണ. ആൻസർ 264 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. അപ്പം 4:5 ആണ് വാട്ടറിൻ്റെയും മിൽക്കിൻ്റെയും റേഷ്യോ. 4 ഭാഗം വെള്ളം എന്ന് പറഞ്ഞാൽ 4 എന്ന റേഷ്യോയിൽ, 5 ഭാഗം പാലെന്ന് പറഞ്ഞാൽ 5 എന്ന റേഷ്യോയിൽ. ഓക്കെ, ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 ml ആണ്. അപ്പം 4 ആണ് 80 ml. അപ്പം 4x ആണ് വാട്ടറിൻ്റെ അളവെന്നും 5x ആണ് മിൽക്കിൻ്റെ അളവെന്നും എടുക്കാം. 4x എന്ന് പറയുന്നതാണ് 80 ml അല്ലേ മക്കളെ. അപ്പോൾ 1x എന്ന് പറഞ്ഞാൽ 20 ml അല്ലേ ആണ്. എങ്കിൽ പാലിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 5x എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ. 5 × 20 = 100 ml അല്ലേ മക്കളെ എന്ത് മിൽക്ക് പാലിൻ്റെ അളവായിട്ട് കിട്ടുന്നത്. സോ ഇതാണ് 2024 ചോദിച്ച അവസാനത്തെ ചോദ്യം.